السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സബീലുർ റഷാദ് ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രഗത്ഭരായ ആലിമീങ്ങൾ, കർമ്മോത്സുകരായ ഉമറാക്കൾ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആളുകളൊക്കെ എന്തിനാണോ ഈ ബാക്ക് പോയി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊണ്ടോ അല്ല നിൽക്കാനുള്ള താല്പര്യങ്ങൾ കൊണ്ടോ അല്ല പെട്ടെന്ന് പോകാനുള്ള ഉദ്ദേശങ്ങൾ കൊണ്ടോ എന്നറിയില്ല. ഏതായാലും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. മനോഹരമായ റൈറ്റ് സൈഡിലുള്ള സൗണ്ട് പോയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, അവിടെ എന്തോ തൊട്ടപ്പോൾ പോയതാ. മനോഹരമായ ഒരു പള്ളി നിർമ്മിക്കാൻ നമ്മൾക്ക് സാധിച്ചു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ, നമ്മളൊക്കെ തിരിച്ചറിഞ്ഞതുപോലെ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുക എന്നത് സ്വർഗീയ ലോകത്ത്
കുറക്കാനല്ല, കൂട്ടാൻ. സ്വർഗീയ ലോകത്ത് അല്ലാഹു റബ്ബ് തുടക്കത്തിലുണ്ടായിരുന്ന രസം പോയി, കൂട്ടിയാൽ മതി, കുറക്കണ്ട. സ്വർഗീയ ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു ഭവനം നമ്മൾക്ക് നിർമ്മിക്കാൻ കാരണമാകുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. പ്രസ്തുത വിഷയങ്ങളൊക്കെ നമ്മൾക്കറിയാം. പക്ഷേ ഓപ്പറേറ്റർ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു രസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സൗണ്ട് ഷാർപ്പാക്കണം. 3 സ്റ്റെപ്പ് ഡിലേയും കൊടുത്തോളെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു മസ്ലഹു ഫിൽ ജന്ന. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേപോലൊരു ഭവനം അള്ളാഹു നിർമ്മിച്ചു തരുമെന്നാണ്. നമ്മൾ എങ്ങനെയുള്ള ഒരു പള്ളിയാണോ ഭൂമിയിൽ ഉണ്ടാക്കുന്നത് അതേപോലെ ഒരു ഭവനം അള്ളാഹു നമ്മൾക്ക് നിർമ്മിച്ചു തരുമെന്നാണ്. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു പള്ളി നിർമ്മിക്കുക എന്നത് പ്രയാസമാണ്. സ്വന്തമായി ഒരു ഭവനം, ഒരു വീട് നിർമ്മിക്കുക എന്നത് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു സ്വഹീഹായ ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി കമഫഹസി ഖത്വാത്തിൻ. ഒരു മാടപ്രാവിനിരിക്കാൻ ഒതുങ്ങുന്ന ഒരു പള്ളി. ഖത്വാത്ത് എന്നാൽ മാടപ്രാവ് എന്നർത്ഥം. അസിർബൽ ഖതാഹൽ മൻ യുഈറു ജനാഹഹു ലഅല്ലി ഇലാ മൻ ഖദ് ഹവൈതു അതീറു എന്ന ഒരു കവിത നമ്മൾക്കറിയാം. മാടപ്രാവിൻ്റെ കൂട്ടങ്ങളോട് ഒരു കാമുകൻ പാടുന്ന കവിതയാണ്. പ്രേമനൈരാശ്യം കൊണ്ടും കാമുകയെ കാണാത്ത അവർ വിഷമം കൊണ്ടും വീടിൻ്റെ പറമ്പുകളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രാവിൻ കൂട്ടങ്ങളെ നോക്കി ഒരു കവി പാടി, അസിർബൽ ഖതാഹൽ മൻ യുഈറു ജനാഹഹു. നിങ്ങളുടെ ആ മനോഹരമായ ചിറകുകൾ നിങ്ങൾ എനിക്ക് തന്നിരുന്നുവെങ്കിൽ ലഅല്ലി ഇലാ മൻ ഖദ് ഹവൈതു അതീറു, എൻ്റെ കാമുകിയുടെ വീട്ടിലേക്ക് ഞാനൊന്ന് പറന്നു പോകുമായിരുന്നു എന്നർത്ഥമുള്ള ഒരു കവിത. ഖത്വാത്ത് എന്നാൽ മാടപ്രാവ് എന്നാണ് അർത്ഥം. ഒരു മാടപ്രാവിനിരിക്കാൻ ഒതുങ്ങുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടി ഒരു പള്ളി നിർമ്മിച്ചാൽ എന്നാണ്. സ്വന്തമായിട്ട് ഒരു വീട് പോലും നിർമ്മിക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും. ഒരു 10-30-40 ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ അത് ലക്ഷങ്ങൾ കൊടുത്ത ആളുകളുണ്ടാകും, 10,000 കൊടുത്ത ആളുകളുണ്ടാകും, 1000 കൊടുത്ത ആളുകളുണ്ടാകും, ഒന്നും കൊടുക്കാതെ ശാരീരികമായ സഹായം ചെയ്ത ആളുകളൊക്കെ ഉണ്ടാകും. ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ നൽകുന്ന സഹായങ്ങൾ, പള്ളിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സഹകരണങ്ങൾ ഇഖ്ലാസോടുകൂടി നമ്മൾ കൊടുത്താൽ അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകും എന്നതിൽ സംശയമില്ല. എന്തൊരു സദഖ നൽകുമ്പോഴും ദാനധർമ്മം ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇഖ്ലാസാണ്. ഇഖ്ലാസില്ലാതെ പള്ളി ഉണ്ടാക്കിയിട്ടോ സഹായം ചെയ്തിട്ടോ ദാനധർമ്മം ചെയ്തിട്ടോ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിൻ്റെ ശിക്ഷയുടെ പാത്രമായി മാറും എന്നതല്ലാതെ പ്രത്യേകമായിട്ടൊരു ഉപകാരവും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. 4 ആളുകളെ കാണാൻ വേണ്ടി സ്വതക്ക നൽകുന്നതൊക്കെ ഷിർക്കിൻ്റെ ഭാഗമാണ്. ഷിർക്കുൽ ഖഫി എന്നാണ് മഹാന്മാരതിനെ പരിചയപ്പെടുത്തുന്നത്. ഷിർക്കുൽ ഖഫി, ഷിർക്ക് എന്നത് അല്ലാഹു ഒരിക്കലും
പുറത്തു തരാത്ത പാപം എന്ന് പറയുമ്പോൾ ശിർക്ക് ചെയ്ത ആളുകൾക്ക് പുറത്തു കൊടുക്കൂല എന്നല്ല. ശിർക്ക് ചെയ്ത ആളുകൾ തൗബ ചെയ്യാതെ മരിച്ചാൽ അവർ രക്ഷപ്പെടൂല എന്നാണ് അർത്ഥം. ശിർക്ക് ചെയ്ത ആളുകൾ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അവർ രക്ഷപ്പെടൂല എന്നാണ് അർത്ഥം. അല്ലാതെ ശിർക്ക് ചെയ്ത ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നർത്ഥമില്ല. നമ്മളോടൊക്കെ ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കാത്ത പാപം ഏത് എന്ന് ചോദിച്ച പലരും പറയും ശിർക്ക് എന്ന്. തെറ്റാണത്. ശിർക്ക് ചെയ്ത ആളുകൾ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താ? ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. അപ്പൊ ആളുകൾ കാണാൻ വേണ്ടി എന്ത് ചെയ്യുന്നതും, നന്മകൾ ചെയ്യുന്നത്, ദാനധർമ്മം ചെയ്യുന്നത് എല്ലാം ശിർക്കുൽ ഖഫിയാണ്. അതൊരു തരം ശിർക്കിന്റെ ഭാഗമാണ്. അള്ളാഹു കാക്കട്ടെ. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനുശേഷം ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും എൻ്റെ ഈ കർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ്. സ്വഹാബാക്കൾ അങ്ങനെയായിരുന്നു. റമളാൻ കഴിഞ്ഞിട്ട് 6 മാസക്കാലം അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹുവേ, എൻ്റെ റമളാൻ നീ സ്വീകരിക്കണേ എന്ന് 6 മാസം ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. നമ്മൾ ഇത്രയും റമളാൻ നമ്മൾക്ക് ലഭിച്ചിട്ട് ഏതെങ്കിലും ഒരു റമളാൻ കഴിഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവേ, എൻ്റെ റമളാൻ സ്വീകരിക്കണമെന്ന്. റമളാൻ കഴിയലോടുകൂടി മുസ്ഹഫ് കൂട്ടി വെച്ചു. റമളാൻ കഴിയലോടുകൂടി നന്മകൾ നിർത്തി. പിന്നെ ഇങ്ങനെ കളിയും അടിച്ചു പൊളിച്ച് പിന്നെ അടുത്ത റമളാനാകുമെന്ന് ഒരുങ്ങാൻ. പക്ഷെ അങ്ങനെയല്ല. റമളാൻ കഴിഞ്ഞിട്ട് 6 മാസക്കാലം എൻ്റെ റമളാനും എൻ്റെ അമലുകളും എൻ്റെ ഖുർആനും എൻ്റെ ദാനധർമ്മങ്ങളും സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ മഹാന്മാരായ സ്വഹാബാക്കൾ മുഴുകിയിരുന്നു. ആ 6 മാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത 6 മാസം പരിശുദ്ധ റമളാൻ വരാനുള്ള സമയമാണ്. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റമളാൻ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. നമ്മൾ 2 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങുന്നത്. അത് തന്നെ 2 മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ദുആ ചെയ്യാറില്ല. പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, റമളാൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. 6 മാസം മുമ്പ് മഹാന്മാരായ സ്വഹാബാക്കൾ ദുആ ചെയ്തിരുന്നു. 6 മാസം മുമ്പ് നമ്മൾ ലഭിക്കാൻ വേണ്ടിയിട്ട്. സ്വതക്ക കൊടുക്കുന്ന വിഷയം വരുമ്പോൾ അവർ ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ, എൻ്റെ സ്വതക്ക നീ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധമായ ആയത്ത് ഓതിക്കൊടുത്തപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, എന്താണ് ആയത്തിന്റെ അർത്ഥം? വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. സ്വതഖ നൽകുന്ന ആളുകൾ, ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ, അവർ ദാനധർമ്മം ചെയ്യുമ്പോൾ ഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിച്ചു വിറക്കുന്നുണ്ട്. പേടിച്ചിട്ടാണ് അവർ ദാനധർമ്മം ചെയ്യുന്നത്. പള്ളി നിർമ്മിക്കുന്നതും പേടിച്ചിട്ടാണ്, സഹായിക്കുന്നതും സഹകരിക്കുന്നതും പേടിച്ചിട്ടാണ്. ഖുലൂബുഹും വജില. മുഅ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വാക്കുമായി സാമീപ്യമുള്ള ആയത്തിലാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയം പേടിച്ചു വിറക്കും. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർ വിറക്കും. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാൽ റഹിമഹുല്ലാഹ് ഒരു പള്ളിയിൽ ഇശാഇന്റെ ഇമാമത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു മഅ്മൂമാണ്. വേറെയും ഒരുപാട് ആളുകളുണ്ട് നിസ്കരിക്കാൻ. നിസ്കാരത്തിൽ ഒരു സൂറത്ത് ഓതി, അൽഹാകുമുത് തകാസുറ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം. ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഫുളൈൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി ഇബ്നു ഫുളൈൽ നിസ്കാരത്തിൽ ബോധം കെട്ട് നിലത്ത് വീഴുന്നത്.
ലതറവുന്നൽ ജഹീം, നിങ്ങൾ നിശ്ചയമായിട്ടും നരകം കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നുള്ള അർത്ഥമുള്ള ആയത്ത് ഓതിയപ്പോഴാണ് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ടും അഭിമാനം നടിക്കുന്നത് എത്ര കാലം നീണ്ടുപോകും, ഏറിപ്പോയാൽ നിങ്ങൾ ഖബറിലേക്ക് പ്രവേശിക്കുന്നത് വരെ. ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, എല്ലാവരും നാളെ ആഖിറത്തിലെത്തുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ലതറവുന്നൽ ജഹീം, നിശ്ചയമായിട്ടും നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ആയത്ത് കേട്ടപ്പോഴാണ് മഹാനായ അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ബോധം കെട്ട് നിലത്ത് വീഴുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മഹാനായ പണ്ഡിതൻ പറയുന്നുണ്ട്, അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ബോധം കെട്ടുപോയ അലി ഇബ്നു ഫുളൈൽ റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞു വന്നത്. ഫുളൈൽ ഇബ്നു അയാലിന് തന്റെ ആയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവർ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയം പേടിച്ചു വിറക്കുന്ന ആളുകളായിരുന്നു. മഹാനായ അബൂ ഹനീഫ ഇമാം ഇശാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയതാണ്. പള്ളിയിലെ ഇമാം ഇശാ നിസ്കാരത്തിന് ഓതിയ സൂറത്ത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരാണോ അണുമണി തൂക്കം നന്മ ചെയ്യുന്നത് അല്ലാഹുവിന്റെ കോടതിയിൽ അയാളത് കണ്ടുമുട്ടാൻ പോവുകയാണ്. ആരാണോ അണുമണി തൂക്കം തിന്മ ചെയ്യുന്നത് അതും അയാൾ കണ്ടുമുട്ടാൻ പോവുകയാണെന്നർത്ഥമുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇമാം ഓതിയപ്പോഴാണ് അദ്ദേഹം അതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ടാൽ, ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ടാൽ, വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ എല്ലാ ഭാരങ്ങളെയും പുറത്തേക്ക് തള്ളിയാൽ, വഖാലൽ ഇൻസാനു മാ ലഹാ, ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഭൂമിക്ക് എന്ത് പറ്റി, ഇന്നലെ വരെ കുഴപ്പമില്ലാത്ത ഭൂമിക്ക് ഇപ്പോൾ എന്താണ് പറ്റിയത് എന്ന് ആളുകൾ പരസ്പരം ചോദിക്കുമ്പോൾ ഭൂമി തന്നെ മറുപടി പറയാണ്, വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ تحدث أخبارها يومئذ يصدر الناس أشتاتا يومئذ تحدث أخبارها بأن ربك أوحى لها. അള്ളാഹു പറയാൻ പറഞ്ഞതാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്, അള്ളാഹുവാണ് ഭൂമിയെ സംസാരിപ്പിക്കുന്നത് എന്നർത്ഥമുള്ള ഖിയാമത്ത് നാളിന്റെ രംഗങ്ങൾ പ്രതിപാദിച്ച ശേഷം അള്ളാഹു അവസാനമായി പറയുന്നുണ്ട്, ആരാണോ അണുമണി തൂക്കം നന്മ ചെയ്യുന്നത് അയാളത് ആഖിറത്തിൽ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എത്ര ചെറിയ അമലാണെങ്കിലും ശരി, പള്ളി നിർമ്മിക്കുമ്പോ ചെറിയ ഒരു സഹായം മനസ്സുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അല്ലാഹുവിന്റെ കോടതിയിൽ കണ്ടുമുട്ടാതിരിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന സഹായം ലക്ഷക്കണക്കിനാവട്ടെ 10 ലക്ഷക്കണക്കിനാവട്ടെ, നിങ്ങളുടെ ശാരീരികമായ സഹായമാവട്ടെ, അല്ലാഹു ഒരാളുടെയും സഹായങ്ങളെ അല്ലാഹു വെറുതെ തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ ഈമാൻ പോലെ, നിങ്ങളുടെ ഇഖ്ലാസ് പോലെ സബഖത് റഹമുൻ അൽഫ ദിർഹം, ആയിരങ്ങളും ലക്ഷങ്ങളും കൊടുക്കുന്നതിനേക്കാളും ഒരുപക്ഷെ ചില സമയത്ത് നമ്മുടെ ഒരു ദിർഹം കൊണ്ട് നമ്മൾക്ക് സ്വർഗം ലഭിക്കാൻ പറ്റും. കാരണം ലക്ഷക്കണക്കിന് രൂപകൾ നൽകിയത് കോടിക്കണക്കിന് വരുമാനമുള്ള ആളാണ്. പക്ഷേ ഒരു ദിർഹം കൊടുത്തത് 2 ദിർഹം പോലും കയ്യിലില്ലാതെ കയ്യിലുള്ളതെല്ലാം പൊറുക്കി കൊടുത്ത ആൾ ആകെ കയ്യിലുണ്ടായിരുന്നത് 1 ദിർഹമാണ്. അയാളത് കൊടുത്തു, വീട്ടിലുണ്ടായിരുന്നത് കൊടുത്തു. എന്നാൽ വേറൊരു മുതലാളി 1,00,000 ദിർഹം കൊടുത്തു. അയാളുടെ കയ്യിൽ കോടിക്കണക്കിന് വരുമാനമുണ്ട്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ മുതലാളിയുടെ 1,00,000-ത്തെക്കാളും അല്ലാഹു സ്വീകരിക്കുന്നത് പാവപ്പെട്ടവന്റെ 1 രൂപയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം തരുന്നതും നിങ്ങളുടെ സാമ്പത്തിക ശേഷി, നിങ്ങളുടെ ഇഖ്ലാസ്, നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ ആത്മാർത്ഥത ഇത് കണ്ടിട്ടാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ
ആരെങ്കിലും ഒരാൾ അണുമണി തൂക്കം നന്മ ചെയ്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഒരാളെയും അള്ളാഹു നിസ്സാരമാക്കൂല. നിങ്ങളുടെ അമലിനെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കാതെ തള്ളിക്കളയൂല. നിങ്ങളുടെ നിയ്യത്ത് നന്നായാൽ അതേപോലെ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതും അള്ളാഹുവിന്റെ കോടതിയിൽ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. രക്ഷപ്പെടാൻ പറ്റൂല. ഈ ആയത്താണ് മഹാനായ അബൂ ഹനീഫ ഇമാമിനെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയത്. നിസ്കാരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞു, എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചു, എല്ലാവരും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയി. പള്ളിയുടെ മുഅദ്ദിൻ മഹാനായ അബൂ ഹനീഫ ഇമാം എന്തേ പള്ളിയിൽ നിന്ന് പോവാത്തത് എന്ന് കരുതി കാത്തിരിക്കുകയാണ്. പോകുന്നത് കാണുന്നില്ല, പള്ളിയിൽ നിന്ന് പോകുന്നത് കാണുന്നില്ല. മഹാനായ അബൂ ഹനീഫ ഇമാം പള്ളിയിൽ ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം സുബഹി ബാങ്ക് വിളിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ, സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ മഹാനായ അബൂ ഹനീഫ ഇമാം അവിടെ നിന്നിട്ട് ആലോചിക്കുകയാണ്, കരയുകയാണ്. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിന് പ്രതിഫലം നൽകുന്ന അല്ലാഹ് എന്റെ അമലുകൾ സ്വീകരിക്കണമേ അല്ലാഹ്. അണുമണി തൂക്കം തിന്മ ചെയ്താൽ ശിക്ഷിക്കുന്ന റബ്ബേ, എന്നെ നീ കാക്കണേ അല്ലാഹ്, എന്നെ നീ കാക്കണേ അല്ലാഹ് എന്നിങ്ങനെ അള്ളാഹുവിനോട് കരഞ്ഞു കരഞ്ഞ് ദുആ ചെയ്യുന്നത് കാണാനിടയായി. ആ മുഅദ്ദിൻ പള്ളിയിൽ കയറി ബാങ്ക് വിളിച്ചു. അബൂ ഹനീഫ ഇമാമിന് ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ടില്ല, ബാങ്ക് കൊടുത്തതറിഞ്ഞിട്ടില്ല. ബാങ്ക് കൊടുത്ത ഉടനെ മുഅദ്ദിൻ അബൂ ഹനീഫ ഇമാമിനെ വിളിച്ചു. അല്ലയോ ഇമാമേ, അല്ലയോ ഇമാമേ. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധമുണ്ടാവുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു, എല്ലാവരും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയോ? അദ്ദേഹം വിചാരിച്ചത് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ്. എല്ലാവരും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയോ? അപ്പോഴാണ് ആ മുഅദ്ദിൻ പറയുന്നത്, ഉസ്താദേ, പള്ളിയിൽ നിന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. സുബഹി ബാങ്ക് വിളിക്കാനാണ് ഞാൻ പള്ളിയിലേക്ക് വന്നത്. സുബഹി ബാങ്ക് ഞാൻ വിളിച്ചു എന്ന് പറയുമ്പോ മഹാനായ അബൂ ഹനീഫ ഇമാം മുഅദ്ദിനോട് പറയുന്നുണ്ട്, അല്ല, എന്നെ ഈ കാര്യത്തിൽ പള്ളിയിൽ ദിക്റ് ചൊല്ലുന്നതോ ദുആ ചെയ്യുന്നതോ കരയുന്നതോ കണ്ടത് ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ നിന്ന് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുകയാണ് മഹാനായ അബൂ ഹനീഫ ഇമാം. ഇവരാണ് മുഅ്മിനീങ്ങൾ. ഖുർആൻ വെറും ഓതിവിടാനുള്ളതല്ല. ഓതിയാൽ അതിന്റെ പ്രതിഫലം ലഭിക്കൂല എന്ന് ഞാൻ പറയുന്നില്ല. ഓതണം, നന്നായി പാരായണം ചെയ്യണം. അതോടൊപ്പം ചില ആയത്തുകൾ ആലോചിക്കേണ്ടതുണ്ട്, ചില ആയത്തുകൾ ചിന്തിക്കേണ്ടതുണ്ട്, ചില ആയത്തുകൾ കരയേണ്ടതുണ്ട്, ചില ആയത്തുകൾ വല്ലാത്ത ടേസ്റ്റുള്ള ആയത്തുകളാണ്, ചില ആയത്തുകൾ ശിഫയുള്ള ആയത്തുകളാണ്. ലോകത്തിന് ശമനമാണത്. വനനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. പരിശുദ്ധമായ ഖുർആനിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ശിഫയുണ്ട്. നിങ്ങളുടെ വിശ്വാസം പോലെയാണ് ശിഫ ലഭിക്കുന്നത്, നിങ്ങളുടെ സങ്കല്പം പോലെയാണ് ശിഫ ലഭിക്കുന്നത്. ഒരാൾ ആത്മാർത്ഥമായി പരിശുദ്ധ ഖുർആനിൽ ശിഫ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു ഫാത്തിഹ ഓതി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഓതി കുടിച്ചാൽ ആ വെള്ളം മതി അയാളുടെ ക്യാൻസറിന് ശിഫ ലഭിക്കാൻ. ഇത് എന്റെ വാക്കല്ലല്ലോ, ഇത് പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ് മുഅ്മിനീങ്ങളെ. ഇത് ഞാൻ എന്റെ വാക്കുകൾ പറയുകയല്ല. വനനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ അവിടെ പ്രത്യേകമായ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളായ ആളുകൾക്ക് ഖുർആനിൽ ശമനമുണ്ട് എന്ന്. ആരാണ് മുഅ്മിനീങ്ങൾ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. ആരാണ് മുഅ്മിനീങ്ങൾ എന്നറിയോ? അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറച്ചു പോകും. അവരാണ് മുഅ്മിനീങ്ങൾ. ഏതെങ്കിലും ഒരു ആയത്ത് ഓതുമ്പോൾ നമ്മൾ പേടിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടോ? ആരെ പേടിച്ച്? ഏതെങ്കിലും ഒരു ആയത്ത് ഓതുമ്പോൾ നമ്മൾ പേടിച്ചു പോയിട്ടുണ്ടോ? മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരാ. ഇന്നമ എന്ന് പറഞ്ഞാൽ എന്താ? അവര് മാത്രാണ്, വേറെ ആരും ഇല്ല. ഇന്നമ, ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും തീർച്ചയായും എന്നർത്ഥം നമ്മൾക്കൊക്കെ. ഇന്നമ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നയുടെ കൂടെ മാ കൂടി ചേർത്താൽ ഇവര് മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്
അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം വിറക്കണം, അവർ പേടിക്കണം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, വഅദ് കേട്ടാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. ഒരു രസത്തിന് വേണ്ടി വഅദ് കേൾക്കുന്നവരെ കുറിച്ചല്ല. ചില ആളുകൾക്ക് ഒരു രസം മതി, എല്ലാം ഒരു രസമാണ്, ആസ്വാദനാണ്. പാട്ട് കേൾക്കുന്നത് പോലെ വഅദ് കേൾക്കുന്നവർ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോ ഖുർആനിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളോ വാലുകളോ കേൾക്കുമ്പോൾ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കണം. ഇവരാണ് മുഅ്മിനീങ്ങൾ, ഇവരാണ് മുഅ്മിനീങ്ങൾ. ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മൾ ഒരു ക്യാൻസർ വന്നാൽ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ നമ്മൾക്ക് പറ്റും. ഒരു പനി വന്നാൽ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. ഒരു തലവേദന വരുമ്പോൾ ഖുർആൻ കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. എല്ലാറ്റിനുള്ള മരുന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഏതൊക്കെ രോഗങ്ങളാണോ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം, എല്ലാറ്റിനും ശിഫയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ, ഖുർആനിൽ ശിഫയുണ്ട്, ശമനമുണ്ട്, രോഗികൾക്ക് സമാധാനമുണ്ട്. മാനസിക രോഗങ്ങളാണോ ശാരീരിക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. ഇനി മാനസിക രോഗങ്ങളാണെങ്കിൽ അതിനുമുണ്ട് പരിഹാരം. എന്താണ് പരിഹാരം? ദവാഉൽ ഖൽബി ഖംസ, ഒരു മനുഷ്യന്റെ മാനസിക രോഗങ്ങൾക്കുള്ള പരിഹാരം അതിലൊന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ. ഒരാൾ വിളിച്ചോ, അല്ല, ഒരു മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല, എപ്പോഴും നിരാശയാണ്, എപ്പോഴും ടെൻഷനാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു നിരന്തരമായി വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിരാശയുണ്ടെങ്കിൽ ഡോക്ടർമാരെ കണ്ടിട്ട് കാര്യമില്ല. മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്, ടെൻഷന് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്, ടെൻഷന് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പൊ ടെൻഷന് മരുന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്. എന്താ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കാം? എന്താ സംഭവം? എന്താ ആമ്പോ എന്നാ പിന്നെ വേഗം ഒച്ചപ്പാടുണ്ട വിളി. അവിടെ ലൈറ്റ് കൊടുക്കും. പാമ്പ് പോകുന്നില്ലെങ്കിൽ പിന്നെ വേഗം ദുആ ചെയ്തിട്ട് പിരിയുക, അതപ്പോൾ നല്ലത്. ഈ ഒരു സദസ്സിൽ പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ. കടിച്ചിട്ടൊന്നുമില്ലല്ലോ ആരും? ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ട് ഇരുന്നോളി. കടിച്ചാരെങ്കിലും സുഖമില്ലാതെ? പാമ്പൊന്നുമില്ല, വെറുതെ പേടിപ്പിക്കല്ല. സുഖമില്ലാതെ ആൾ കൊണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഇരുന്നോളൂ, ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ഇരുന്നോളൂ. ഇവിടെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കണ്ട. ഇവിടെ സുഖമില്ലാത്ത ഒരാൾ അത് കൊണ്ടുപോയി അത് കഴിഞ്ഞു, നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് മുഅ്മിനീങ്ങളെന്ന് പറയുമ്പോൾ ഇവരാണ്. മഹാനായ ഇമാമുന അബൂ ഹനീഫ ഇമാം കരഞ്ഞു പോയത് അങ്ങനെയാണ്. ഒരുപാട് ആലിമീങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾക്കുമ്പോൾ പേടിക്കുന്ന ആളുകളായിരുന്നവരൊക്കെ. പരിശുദ്ധരായ സ്വഹാബാക്കളും ആലിമീങ്ങളൊക്കെ ഒരു നന്മ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്ന ആളുകളായിരുന്നു. വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില. ശ്രദ്ധിക്കുന്ന ആൾ എത്ര? ഒരാളുണ്ടോ? ഒരാളുണ്ടോ? ആ പെണ്ണുങ്ങളൊക്കെ ഇരിക്കും ഇവിടെ, സ്ത്രീകളൊക്കെ അവിടെ ഇരിക്കും. കൊണ്ടുപോകേണ്ട ആൾ കൊണ്ടുപോയിട്ടുണ്ട്, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കരുത്. അവിടെയുള്ള ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് വിടുന്നോളി. എല്ലാവരും കൂടിയിട്ട് ലാസ്റ്റ് പാമ്പ് കടിച്ച ആൾ പോലെയാകും. പാമ്പ് കടിച്ച ആൾ പുറത്തായിരിക്കും, ബാക്കിയുള്ള ആളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അതുകൊണ്ട് ബാക്കി വേഗം വന്നിട്ട് ഇവിടെ ഇരുന്നോളി ആണുങ്ങളെല്ലാവരും. എന്താടോ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നത്? അത് കൊണ്ടുപോയ പോലെ സുഖമില്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കാൻ തന്നെ.
ഒച്ചപ്പാട് കഴിഞ്ഞിട്ട് പറയട്ടെ. ആളുകളും അവർ നന്നായി സ്വതക്ക ചെയ്യും, നന്നായി ദാനധർമ്മം ചെയ്യും. ഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിച്ച് വിറക്കുകയാണ്. പള്ളി നിർമ്മിച്ചു ശരിയാണ്, പക്ഷെ എന്നിട്ടും ഒരു പേടി. നമുക്കൊക്കെ ഒരു പേടി ആലോചിക്കുന്നുണ്ടാകും, പള്ളി നിർമ്മിച്ചിട്ട് എന്താ പേടിക്കാനുള്ളത്? മഹതിയായ ആയിഷ ബീവിക്കും സംശയം ഉണ്ടായിട്ടുണ്ട്, എന്തിനിപ്പോ ഇത് പേടിക്കാനുള്ളത്? സ്വതക്ക കൊടുത്തപ്പോ പേടിക്കാൻ എന്താണുള്ളത്? സന്തോഷിക്കേണ്ടതല്ലേ? അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, നബിയേ, കള്ളുകുടിയന്മാരെ കുറിച്ചാണോ ഈ ആയത്ത് ഉദ്ദേശിച്ചത്? വിചാരികളെ കുറിച്ചാണോ ഈ ആയത്ത് ഉദ്ദേശിച്ചത്? പലിശ തിന്നുന്ന ആളുകളെ കുറിച്ചാണോ ഈ ആയത്ത് ഉദ്ദേശിച്ചത്? ആരെക്കുറിച്ചാണ്? സ്വതക്ക കൊടുക്കുമ്പോൾ പേടിക്കുന്ന ആളുകൾ അവരാരാണ്? ഈ ഒരുപാട് കള്ളൊക്കെ കുടിച്ച് അവസാനം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി കള്ളും കുടിച്ചാൽ നീ മരിച്ചു പോകും. അപ്പോൾ അയാൾക്ക് തോന്നി, ഇനി കള്ളു കുടിച്ചാൽ എനിക്കൊരു വഴിയില്ല. അയാൾ ഒരു 10,000 രൂപ പള്ളിക്ക് കൊടുത്തിട്ട് ദ്വാ ചെയ്യിപ്പിക്കാൻ കരഞ്ഞിട്ട്. അയാളെ കുറിച്ചാണോ? അല്ല. വ്യഭിചാരം ഒരു ശീലമാക്കി മാറ്റിയ ആളുകൾ, അയാൾ അവസാനം തൗബ ചെയ്ത് മടങ്ങാൻ പള്ളിയിലേക്ക് ഒരു 10,000 രൂപ കൊടുത്ത് അയാൾ നന്നാം വിചാരിച്ചു. അയാൾ കരഞ്ഞു ദ്വാ ചെയ്യാണ്. ഇയാളെ കുറിച്ചാണോ? അല്ല. പിന്നെ ചില ആളുകൾ മോഷണം നടത്തുന്ന ആളുകളുണ്ടാകും. മോഷണം നടത്താൻ മുതലാളിമാരുടെ വീടും അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളെ കടിച്ചു മാറ്റി പാവങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ട്. ഇവരെ കുറിച്ചാണോ ഈ ഒരു ആയത്ത് ഉദ്ദേശിച്ചത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അല്ല ആയിഷ, ഇവരൊന്നുമല്ല. ഇവരാരാണ്? യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, അവർ കരയാനും അവർ പേടിക്കാനുമുള്ള കാരണം എൻ്റെ ഈ സ്വതഖ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന പേടിയാണ്. മനോഹരമായൊരു പള്ളി നമ്മുടെ നാട്ടിൽ നിർമ്മിച്ചു, അല്ലാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊരു പേടിയാണ് അവർ കരയാനും അവരുടെ ഹൃദയം വിറക്കാനും കാരണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളി നിർമ്മിക്കൽ കൊണ്ട് നമ്മുടെ ബാധ്യത കഴിഞ്ഞു? ഒരു പള്ളി നിർമ്മിച്ചാൽ നമ്മുടെ ബാധ്യതയൊന്നും കഴിയില്ല. പക്ഷേ പള്ളി നിർമ്മിക്കാൻ നമ്മൾ സഹായിക്കുക എന്നത് നമ്മുടെ ഖബറിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണ്, നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്ന ഒരു നന്മയാണ്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് നിരന്തരമായി വരുന്ന ചില നന്മകളുണ്ട്, ചില പ്രതിഫലങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി, ഒരു മുഅ്മിൻ മരിക്കലോടുകൂടി അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ കഴിഞ്ഞെന്നാണ്. മരിച്ചാൽ പിന്നെ ഒരാൾക്ക് നന്മ ചെയ്യാൻ പറ്റൂലല്ലോ. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അവൻ അധ്വാനിച്ചതേ അവന് കിട്ടുള്ളൂന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അവൻ ഉറപ്പിക്കാൻ പറ്റുന്നത് അവൻ അധ്വാനിച്ചത് മാത്രമാണ്. മക്കളുണ്ടല്ലോ, മക്കൾ ദുആ ചെയ്യുമെന്ന് ഉറപ്പാണ്. നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട്, നമ്മുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? എന്നാലും നമ്മുടെ മക്കൾ നമ്മൾക്ക് ദുആ ചെയ്യുള്ളൂ. ഉമ്മാന്റെയും ഉപ്പയുടെയും പേര് നമ്മൾ സദഖ ചെയ്തിട്ടുണ്ടോ? എങ്കിലും നമ്മുടെ മക്കൾ നമ്മൾക്കും വേണ്ടി സദഖ ചെയ്യുള്ളൂ. ദിവസേന ഖുർആൻ എടുത്ത് ഓതുമ്പോൾ എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മയും ഉപ്പയാണല്ലോ ഖബറിൽ കിടക്കുന്നത്, ഒരു യാസീൻ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഖബറിലേക്ക് വേണ്ടി സദഖ ചെയ്യട്ടെ, ഹദിയ ചെയ്യട്ടെ എന്ന നിയത്തിൽ ആരെങ്കിലും ഓതാറുണ്ടോ? അങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഓതും. ഓതിയിട്ടില്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മക്കളൊന്നും നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന അമലല്ല. പക്ഷെ ഉറപ്പിക്കാൻ പറ്റുന്നത് എന്താ? നമ്മൾ ചെയ്തതൊക്കെ നമ്മൾക്ക് ഉറപ്പാണ്, കിട്ടും. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഈ പള്ളി നിർമ്മിച്ചത് ഇഖ്ലാസോടെയാണ്, അതിലേക്ക് സഹായിച്ചത് ഇഖ്ലാസോടെയാണ്. എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബറിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്, ഒരു ഡൗട്ടും ഇല്ല. എങ്ങനെ വരും? സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ആളുകൾ അവിടെ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചു ഖുർആൻ ഓതി, ഇഅ്തികാഫിരുന്ന സുബഹിയുടെ മുന്നുള്ള സുന്നത്ത് നിസ്കരിച്ച് സുബ്ഹി നിസ്കരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വരുന്നു. എത്ര ആളുകളാണോ നിസ്കരിക്കുന്നത് അത്രയും പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് കടന്നു വരും. ഇനി ദുഹറിന്റെ സമയത്ത് എത്ര ആളുകൾ വരുന്നു? ഇശാഇന്റെ സമയത്ത്, മഗ്രിബിന്റെ സമയത്ത്,
അസറിന്റെ സമയത്ത് റമളാനിൽ എത്ര ആളുകളാണ് രാത്രിയിൽ ആ പള്ളി ഹയാത്താക്കുന്നത്? ഉറങ്ങാതെ ഖുർആനോദി ദിക്ർ ചൊല്ലി എത്ര ആളുകളാണോ ഹയാത്താക്കുന്നത്? ആ പ്രതിഫലങ്ങളും സദഖ ചെയ്ത ആളുകളുടെ ഖബറിലേക്ക് കടന്നു വരും. എത്രയാണോ നിങ്ങൾ സംഭാവന ചെയ്തത് അതിന്റെ ഓഹരി നിങ്ങളുടെ സദഖയുടെ കണക്കനുസരിച്ച് ഖിയാമത്ത് നാൾ വരെ കടന്നു വരും. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ടാണ് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടത്. സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇനി ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, പള്ളിയിലേക്ക് 10,000 നൽകിയിട്ടുണ്ട്, ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ട്. മരിച്ചുപോയ മകന് വേണ്ടി ദുആ ചെയ്യാൻ ഇതിന്റെ 70% ലേബർ ചാർജ് ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ആ മരിച്ചുപോയ മകന്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്, കാരുണ്യവാനാണ്, പൊറുക്കുന്നവനാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ പിതാവിന്റെ സദഖ കൊണ്ട് ആ ഖബറിടം നീ സ്വർഗീയമാക്കി കൊടുക്കണേ റബ്ബേ. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി, ഒരാളുടെ ഖബറിലേക്ക് കടന്നു വരുന്ന നന്മകൾ, അത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഔ മസ്ജിദൻ ബനാ ഔ മസ്ജിദൻ ബനാ. ഒരാൾ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചാൽ ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ ആ പള്ളി അയാളുടെ ഖബറിലേക്ക് എത്ര കാലമാണോ ആ പള്ളി അവിടെ നിലനിൽക്കുന്നത് അത്രയും കാലം അയാളുടെ ഖബറിലേക്ക് പള്ളിയുടെ പ്രതിഫലം, അവിടെ ചെയ്യുന്ന എല്ലാ നന്മകളും കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പള്ളി ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ്. അവിടെയാണ് സൗഹാർദ്ദത്തിന്റെ വാക്കുകൾ ഉണ്ടാവേണ്ടത്. മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ അത് പിന്നെ മതസൗഹാർദ്ദം എന്നൊരു പോളിഷായി മാറിയിട്ടുണ്ട്. അതിൽ വലിയൊരു താല്പര്യമൊന്നുമില്ല ആവശ്യം ചർച്ച ചെയ്യാൻ. അതൊരു പോളിഷാണ്. രാഷ്ട്രീയ നേതാക്കൾ സ്റ്റേജിൽ വന്നിട്ട് പറയും നിങ്ങൾ അങ്ങനെയാക്കണം, മതത്തിനിടയിൽ ഐക്യം വേണം. പുറത്തെത്തിയാൽ അവർ തന്നെ ഗുണ്ടായുസം കാണിക്കും. ഈ മതസൗഹാർദ്ദത്തിൽ എന്തർത്ഥമുള്ളത്? സ്റ്റേജിൽ വന്നിട്ട് വലിയ പ്രഭാഷണമായിരിക്കും, സൗഹാർദ്ദം അങ്ങനെയാണ്, ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു, ഗീതയിൽ ഇങ്ങനെ പറഞ്ഞു, രാമായണത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാം. പുറത്തെത്തിയിട്ടോ ഇരുട്ടറയിൽ മറ്റേയാളെ കൊല്ലാനും ഇയാളെ കൊല്ലാനും കൊട്ടേഷൻ നൽകുന്ന രാഷ്ട്രീയ നേതാവാണ്. ഒക്കെ ഒരു പുറമോടൊരു പോളിഷാണ്. സൗഹാർദ്ദത്തിന് തുടക്കം കുറിക്കേണ്ടത് അമ്പലങ്ങളിൽ നിന്നും പള്ളിയിൽ നിന്നും ചർച്ചുകളിൽ നിന്നാണ്. പള്ളിയിലേക്ക് പോയ ആളുകൾക്ക് സൗഹാർദ്ദം എന്തെന്നറിയൂ, അമ്പലങ്ങളിൽ പോയ ആളുകൾക്ക് സൗഹാർദ്ദം എന്തെന്നറിയൂ, ചർച്ചിൽ പോയ ആളുകൾക്ക് സൗഹാർദ്ദം എന്തെന്നറിയൂ. ഇവിടെ തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്നത് പള്ളിയും അമ്പലവും ചർച്ചും കാണാത്ത ആളുകളാണ്. അത് മനസ്സിലാക്കിയാൽ മതി. നേരത്തെ സാധികളിൽ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, പള്ളിയുടെ ഉസ്താദുമാർ, അമ്പലത്തിലെ പൂജാരിമാർ, ചർച്ചിലെ ബിഷപ്പുമാർ, അവർക്കിടയിൽ എന്തായിക്കാണ്? ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതോ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ ദീൻ പഠിച്ച ആളാണ്, അവർക്ക് മതം പഠിച്ച ആളാണ്. മതം പഠിച്ച ആളുകൾക്ക് ഒരിക്കലും പ്രശ്നക്കാരാവാൻ പറ്റൂല. ഒരു മതത്തെ കൊല്ലാനോ ഒരു മതത്തെ ആക്രമിക്കാനോ ഒരു മതത്തെ നിഷ്കാസനം ചെയ്യാനോ മതം പഠിച്ച ആളുകൾക്ക് കഴിയില്ല. മതം പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ആവശ്യമില്ലാതെ കൊലപാതകം നടത്തുന്ന ആളുകൾ വിഡ്ഢികളാണെന്ന് സ്വയം തിരിച്ചറിയാം. ഇഷ്ടപ്പെടുന്ന നമ്മൾക്കാണ്, അവർക്കൊന്നും ഇഷ്ടപ്പെടാനില്ല. അവരുടെ മക്കളൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കാൻ സിന്ദാബാദ് വിളിക്കുന്ന നമ്മൾ വെറുതെ കൊല്ലുന്നു, നമ്മൾ ചാവുന്നു, നമ്മുടെ മക്കൾ ചാവുന്നു, നമ്മുടെ പെങ്ങന്മാർ ചാവുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ ചാവുന്നു. നമ്മളിങ്ങനെ ചത്ത് തീരെ അവരിങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിക്കുക. മനസ്സിലാക്കിയാൽ മതി, ഇത്രേ ഉള്ളൂ. അവര് കർട്ടന്റെ പിന്നിലെല്ലാം ഒന്നാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും കർട്ടന് പിന്നിൽ എല്ലാവരും ഒന്നാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒന്നിച്ച് സഹകരിക്കുന്നുണ്ട്, ബിസിനസ്സിൽ പാർട്ട്ണറാണ്. ബിസിനസ്സിലൊക്കെ പാർട്ട്ണർഷിപ്പാണ്, അവിടെ പാർട്ടിയൊന്നുമില്ല. പുറത്തെത്തി ഇങ്ങനെ വികാരഭരിതമായ പ്രഭാഷണം ഉണ്ടാക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ ഈ സൗഹാർദ്ദങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കേണ്ടത് പള്ളിയിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും ചർച്ചിൽ നിന്നാണ്. പള്ളിയിലേക്ക് സ്ഥിരമായി പോകുന്ന ഒരാൾക്ക് മതവിദ്വേഷത്തിൻ്റെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാൾക്ക് ഹൈന്ദവനെതിരെ കണ്ണു തുറിക്കാൻ പറ്റൂല, ക്രൈസ്തവനെതിരെ കണ്ണു തുറിക്കാൻ പറ്റൂല. സ്ഥിരമായി അമ്പലത്തിൽ പോകുന്ന അവരുടെ ദൈവങ്ങളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു മുസ്ലിമിനൊരു പോറലേൽപ്പിക്കാനുള്ള സന്മനസ് വരൂല. അപ്പോൾ മതങ്ങളിൽ നിന്ന് നമ്മൾ മാറി മതം വോട്ട് പിടിക്കാനുള്ള ഒരു വോട്ട് ബാങ്കായി മാറിയപ്പോൾ ഇപ്പം ഇതൊക്കെ എന്തൊക്കെയോ സംഭവിക്കാൻ പോവാണ്. നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും പശുവിന്റെ പേരിലും ബീഫിന്റെ പേരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്യാൻ ചാനലുകാരില്ല, പത്രക്കാരില്ല, ആരുമില്ല. അതിങ്ങനെ ദിനേന ഒന്നുപോലെ റേഷ്യ എങ്ങനെയാണ്? ഒരു ദിവസം ഒരു കൊലപാതകം, 2 ദിവസം കൊല ചെയ്യപ്പെട്ടില്ലെങ്കിൽ 3-ാമത്തെ ദിവസം 3 പോകുന്നത്.
ഒരു ദിവസം ഒരാളെന്ന രീതിയിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്ത്. ആരൊക്കെ ഇപ്പോൾ ഇതിനെ ശബ്ദിക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? ചർച്ച ചെയ്യാൻ ചാനലുകൾക്ക് സമയമുണ്ടോ? പത്രക്കാർക്ക് അതിനെക്കുറിച്ച് എഴുതാൻ സമയമുണ്ടോ? ഇല്ല. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അന്തിച്ചർച്ചകൾ നടത്തി ആവശ്യമുള്ള വിഷയങ്ങളിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന ചാനലുകളെയും മഞ്ഞപ്പത്രങ്ങളെയും തിരിച്ചറിയാം. അത്രയുള്ള വിഷയത്തിലൊക്കെ പറയാൻ മതം പഠിച്ച ഒരാൾക്ക്, മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരു മതവർഗീയ തീവ്രവാദിയായി മാറാൻ പറ്റൂല. പിന്നെ ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരു മതത്തെയും പൂർണ്ണമായി അടിച്ചാക്ഷേപിക്കാനും പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ചെയ്ത തെറ്റിന്റെ പേര്, മുസ്ലിമായ ഒരാൾ ചെയ്ത മൊത്തം മുസ്ലിമീങ്ങൾ ആക്ഷേപിക്കരുത്. ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട ഒരാൾ ചെയ്ത മൊത്തം ഹൈന്ദവർ ആക്ഷേപിക്കരുത്. ക്രൈസ്തവരിൽപ്പെട്ട ഒരാൾ ചെയ്ത എല്ലാ ക്രൈസ്തവരെ ആക്ഷേപിക്കരുത്. ഒരു സ്വാമി ആരെയെങ്കിലും പീഡിപ്പിച്ചു എന്ന പേരിൽ സ്വാമിമാരെ മൊത്തം ആക്ഷേപിക്കാൻ പാടില്ല. നമ്മൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു പള്ളിയുടെ ഉസ്താദ് ആരെങ്കിലും പീഡിപ്പിച്ച മൊത്തം ഉസ്താദുമാരൊക്കെ കണക്കാൻ, അങ്ങനെ പറയാം. ഉസ്താദുമാരൊക്കെ കണക്കാൻ, സ്വാമി പീഡിപ്പിച്ച സ്വാമിമാരൊക്കെ കണക്കാൻ, ബിഷപ്പുമാര് പീഡിപ്പിച്ച ബിഷപ്പുമാരൊക്കെ കണക്കാൻ. അങ്ങനെ പറയരുത്. അതൊക്കെ തെറ്റാണ്. ആരെങ്കിലും ഒരാൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ എന്തിനാ അതിലേക്ക് വിളിച്ചെഴുക്കുന്നത്? തെറ്റിപ്പെല്ലാവരും ചെയ്യും, മനുഷ്യന്മാരാണ്. ഉസ്താദ് ചെയ്താലും സ്വാമി ചെയ്താലും ബിഷപ്പ് ചെയ്താലും ഒക്കെ കണക്കന്നെ. പക്ഷേ ഉത്തരവാദിത്വം ബോധമുള്ള ആളുകൾ, വെള്ളക്കുപ്പായം ഇടുമ്പോൾ വെള്ളയ്ക്കൊരു ഒരു നിലവാരമുണ്ട്. ഇതിനൊരു പവിത്രതയുണ്ട്. ഇത് ഞാൻ നോക്കണം. അല്ലെങ്കിൽ കുപ്പായം തൽപ്പാവ് വെച്ചിട്ട് നിങ്ങളെ പോലെ ടീഷർട്ട് ഇട്ട് നടക്കാൻ എനിക്ക് നല്ലത്. ഇതിനൊരു പവിത്രതയുണ്ട്. ഈ ഒരു മാന്യത ഞാൻ കാക്കണം. പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന പള്ളിയുടെ ഖത്തീബിനൊരു മാന്യതയുണ്ട്. അമ്പലങ്ങളിൽ സ്വാമിജിയായി ജോലി ചെയ്യുന്ന ആളുകൾക്കൊരു മാന്യതയുണ്ട്. ക്രൈസ്തവരായി ജോലി ചെയ്യുന്ന ദേവാലയങ്ങളിൽ ജോലി ചെയ്യുന്ന പാതിരിമാർക്കൊരു മാന്യതയുണ്ട്. അതവരത് കാത്തു സൂക്ഷിക്കണം. അല്ലാത്ത ആളുകൾ ഈ തലപ്പാവും അതേപോലെ ലോഹയും കന്തൂറയും എല്ലാം വലിച്ചെറിഞ്ഞ് അവർക്കും സാധാ ചെറുപ്പക്കാരെ പോലെ ജീവിക്കുന്നത് നല്ലത്. അപ്പോൾ ആവശ്യമായി ഞാൻ ചർച്ച ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. അതൊരു പോളിഷായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യും. നമ്മുടെ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞു, ഇനി എന്ത്? അതാണ്. ചർച്ച ചെയ്യാൻ സമയമൊന്നുമില്ല. ഇനി എന്ത് എന്ന് നമ്മൾക്ക് ആലോചിക്കാം. പള്ളിയൊക്കെ മനോഹരമായിട്ട് നിർമ്മിക്കും ആളുകൾ. 1 കോടിയുടെ 2 കോടിയുടെ 3 കോടിയുടെ ഒക്കെ പള്ളിയിലെത്തി 4, 5, 6 AC, അതിന്റെ കാർപ്പറ്റ്, അതിന്റെ ഡോറ്, അതിന്റെ മെഹ്റാബ്, ഇതൊക്കെ വളരെ അലങ്കരിക്കും. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഹൽ മിൻ ആലമിൻ തുഅറഫു ബിഹി സ്സാഅ, അന്ത്യനാൾ അടുത്തു എന്നതിന് വല്ല ലക്ഷണങ്ങളുണ്ടോ? ഖിയാമത്ത് നാളിന് വല്ല അടയാളങ്ങളുണ്ടോ? ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ സൂചന പറഞ്ഞു തരുമോ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്, അതേ ഇബ്നു മസ്ഊദ്, ഇന്ന മിൻ അലാമിസ് സാഅത്തി വഅശ്റാത്തിഹാ, ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ സൂചനയാണ് തുസഖ്റഫൽ മഹാരീം, പള്ളി മെഹ്റാബുകൾ അലങ്കരിക്കപ്പെടുക എന്നത്, മനോഹരമായ പള്ളി ഉണ്ടാക്കുക എന്നത്. എന്നാൽ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകളില്ല. നിസ്കരിക്കാൻ പള്ളിയിൽ ആളുകളില്ല. സുബഹി നിസ്കാരത്തിന് പള്ളിയുടെ ഖത്തീബും മുഅദ്ദിനുമല്ലാതെ നാട്ടുകാരിൽ ഒരാൾ പോലും പള്ളിയിലില്ല. എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സമയം സുബഹിയാണല്ലോ. പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുബഹിക്ക് വീട്ടിലുണ്ടാവൂലേ? ജോലിക്ക് പോയ ആളുകൾ വീട്ടിലുണ്ടാവൂലേ? അല്ലേ? എന്ത് ജോലിയാണെങ്കിലും, ഏത് തിരക്കിട്ട ജോലിയാണെങ്കിലും സുബഹിയുടെ സമയത്ത് വീട്ടിലില്ലാത്ത ആളുകൾ കുറവല്ലേ? എന്നാൽ സുബഹിയുടെ സമയത്താണല്ലോ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുണ്ടാവേണ്ടത്. ഒരാളും സുബഹിയുടെ സമയത്ത് പള്ളിയിലില്ല. അത് തന്നെയാണ് മുസ്ലിം സമുദായം നേരിട്ട ഈ മൂലച്യുതി, ഈ അപജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സുബഹി നിസ്കാരത്തിന്റെ മഹത്വം നമ്മൾ അവഗണിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. സുബഹിക്ക് പള്ളിക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ നേരിടുന്ന പരാജയങ്ങൾക്ക് കാരണം. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് പോകൽ നിർബന്ധം തന്നെയാണ്. നമ്മുടെ സ്പീക്കർ കൊണ്ടല്ല. പള്ളിയിൽ സ്പീക്കർ വെച്ചിട്ട് മൈക്കിലൂടെ ബാങ്ക് വിളിക്കുന്നു, ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളല്ല. അത് പിന്നെ ബോക്സ് ഇങ്ങനെ നീട്ടി വെച്ചാൽ അങ്ങ് കാസർഗോഡ് വരെ എത്തിക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു ബാങ്കിന് നിശ്ചലമായി കിടക്കുന്ന നിശയുടെ നിശബ്ദതയിൽ, വാഹനങ്ങളുടെയോ മനുഷ്യന്മാരുടെയോ ചൂളം വിളിയോ ശബ്ദങ്ങളോ ഇല്ലാത്ത രാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ, പള്ളിയുടെ ഉയർന്ന സ്ഥലത്ത് നിന്ന് നല്ല ശബ്ദമുള്ള ഒരാൾ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചാൽ ആ ശബ്ദം എവിടെയൊക്കെയാണോ കേൾക്കുന്നത്
അവരൊക്കെ പള്ളിയിൽ ജമാഅത്തിന് വരൽ നിർബന്ധമാണ്. അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, മുത്തു നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, കണ്ണിന് കാണുന്നില്ല, ഉമ്മു മക്തൂമാണോ എന്ന് ഓർമ്മയില്ല, ഏതായാലും അന്ധനായ ഒരു സഹാബി, അല്ലാഹുവിന്റെ ഹബീബേ, പള്ളിയിലേക്ക് ഞാൻ വരേണ്ടതുണ്ടോ? എനിക്കൊരു സഹായി വേണം, വഴി കാണിക്കാൻ ഒരാൾ വേണം. ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വരൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് ബാങ്ക് കേൾക്കുന്നുണ്ടോ? ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരൽ നിർബന്ധമാണെന്ന് അന്ധനോട് പോലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവെങ്കിൽ ആരോഗ്യമുള്ള നമ്മൾ എത്ര തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര തെറ്റുകളാണ് നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പള്ളിയിലേക്ക് പോകണം. എന്തിനാണ് ഈ പള്ളി? ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് ഇവിടെ പള്ളി നിർമ്മിക്കേണ്ട ആവശ്യം എന്താണ്? ആരും പള്ളിക്ക് പോകുന്നില്ലെങ്കിൽ ഇത് പള്ളിയുടെ ആവശ്യമുണ്ടോ? നബി തങ്ങൾ ആദ്യമായി മദീനയിൽ ചെന്ന് ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബ് നിർമ്മിച്ചത് പള്ളിയാണ്. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഖുബാ. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഖുബാ. അവിടെ നിന്നാണ് രാഷ്ട്രീയ നിയന്ത്രണം നബി തങ്ങൾ നടത്തിയത്. അവിടെ നിന്നാണ് രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണമുണ്ടായത്. അവിടെ നിന്നാണ് സാംസ്കാരിക വിപ്ലവമുണ്ടായത്. അവിടെ നിന്നാണ് കാട്ടറബികളെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ലോകത്ത് പടപ്പാട്ട് നയിക്കുന്ന മാന്യന്മാരാക്കി മാറ്റിയത്. എല്ലാറ്റിന്റെയും കേന്ദ്രം പള്ളിയായിരുന്നു. ആദ്യമായി ഒരു നാട്ടിൽ നിർമ്മിച്ചത് പള്ളിയാണ്. ആദ്യമായി നബി തങ്ങൾ സംസാരിച്ചത് 4 കാര്യമാണ്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വാക്കുകളായിരുന്നു ആ 4 വാക്കുകളിലും ഉണ്ടായത്. മദീനയിലെത്തി ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബ് മദീനക്കാരെ അഭിസംബോധനം ചെയ്തത് സ്നേഹത്തിന്റെ വാക്കുകളായിരുന്നു. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഐക്യമുണ്ടാക്കുക, എങ്ങനെയാണ് ഒരു നാട്ടിൽ സൗഹാർദ്ദം ഉണ്ടാക്കുക, അതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. യാ അയ്യുഹന്നാസു, ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയണം, സലാം വർദ്ധിപ്പിക്കണം. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഇത് കാരണമാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. സ്നേഹം വർദ്ധിക്കാൻ സലാം പറയണമെന്ന്. ആരെപ്പോ സലാം പറയുന്നു? സ്വന്തക്കാരോട് മാത്രം സലാം, പാർട്ടിക്കാരോട് സലാം, കുടുംബക്കാരോട് സലാം, ഇതൊന്നുമില്ല സലാം. എല്ലാവരോടും സലാം പറയണം. അഫ്ശുസ്സലാം. ഒരു നാട്ടിൽ ഐക്യവും സന്തോഷവും ഉണ്ടാവാൻ നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കണേ. അതേപോലെ ഒരു പള്ളിയുടെ മുന്നിൽ അമ്പലം നിർമ്മിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഒരു പള്ളിയുടെ മുന്നിൽ ഒരു ചർച്ച നിർമ്മിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ ഒരു പള്ളിയുടെ മുന്നിൽ മറ്റൊരു പള്ളി വരുന്നത് തെറ്റാണ്. അങ്ങനെയാണ്. ഒരു പള്ളിക്ക് മുമ്പിൽ അമ്പലം നിർമ്മിക്കുക തെറ്റല്ല. പള്ളിക്ക് മുമ്പിൽ ചർച്ച നിർമ്മിക്കുക തെറ്റല്ല. പള്ളിക്ക് മുമ്പിൽ മറ്റൊരു പള്ളി തെറ്റാണ്. ആ പള്ളികളെ കരിച്ചു കളയണം, തീയിട്ട് നശിപ്പിക്കണം. മസ്ജിദ് ഖുബാ എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യത്തെ പള്ളി അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളി. ആ പള്ളിയിലേക്കാണ് ആളുകളൊക്കെ നിസ്കരിക്കാൻ വന്നിരുന്നത്. ആ പള്ളിയിലാണ് ആളുകളൊക്കെ നിസ്കരിക്കാനും ഇബാദത്ത് എടുക്കാനും വേണ്ടി കടന്നു വന്നിരുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പള്ളിയിൽ നിസ്കരിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിക്കുമ്പോഴാണ് മദീനയിൽ ഒരു കൂട്ടം ആളുകൾ മറ്റൊരു പള്ളി നിർമ്മിക്കുന്നത്. മദീനയിൽ ഒരു പള്ളി, അത് മുമ്പിൽ, ഡയറക്റ്റ് മുമ്പിലല്ല, കുറച്ചപ്പുറത്താണ്. കുറച്ചപ്പുറത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ മുമ്പിൽ എത്രത്തോളം തെറ്റാണെന്ന് ആലോചിച്ചാൽ മതി. ഒരു പള്ളി ഉണ്ടാക്കിയവർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരാൻ പോവാണ്. മണക്കാട് സയ്യിദങ്ങളെ കൊണ്ടുവന്നില്ലേ, സാദിഖലി നിങ്ങളെ കൊണ്ടുവന്ന്. ഇതൊക്കെ പഴയ കാലത്തുള്ള ശിഷ്ടാണ്. ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അഹ്ലു ബൈത്തിനെ കൊണ്ടുവരുന്നത്, തങ്ങന്മാരെ കൊണ്ടുവരുന്നത്, അതിലൊക്കെ എന്താ പിള്ളെന്ന് ചോദിക്കും. ഇതിലൊക്കെ ഒരുപാടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘാടകർ, പള്ളിയുടെ കമ്മിറ്റി, പള്ളി ഉണ്ടാക്കിയൊരു കമ്മിറ്റി ഉണ്ടാവൂലേ, ആ കമ്മിറ്റി ഭാരവാഹികൾ അല്ലാഹുവിന്റെ ഹബീബിനെ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു. നബി തങ്ങൾ തബൂക്കിലേക്ക് പുറപ്പെടുകയാണ്. നബി തങ്ങളുടെ കൂടെ ആളുകളുണ്ട്, യാത്ര പുറപ്പെടുകയാണ്. അപ്പോഴാണ് ഇവർ വന്നിട്ട് ക്ഷണിക്കുന്നത്, നബിയെ, ഞങ്ങളൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്, ആ പള്ളി താങ്കൾ ഉദ്ഘാടനം ചെയ്തു തരണം. പള്ളിയോ? എന്തിന്? അവർ പറഞ്ഞു, നബിയെ, ശക്തമായ മഴക്കാലത്ത് നിങ്ങളുടെ പള്ളിയിലേക്ക് ഒരുപാട് ദൂരത്തുള്ള ആളുകൾക്ക് നടന്നു വരാൻ പ്രയാസമാണല്ലോ, അപ്പൊ ഇവിടെ നിസ്കരിക്കാലോ. നല്ല ശൈത്യമുള്ള തണുപ്പുള്ള രാത്രിയിൽ, മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ
വയസ്സന്മാരായ ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക് നിങ്ങളുടെ പള്ളിയിലേക്ക് വരാൻ പ്രയാസമാണല്ലോ, അവർക്ക് ഇവിടെ നിസ്കരിക്കാലോ. വൃദ്ധന്മാരായ ആളുകൾക്ക് നടന്ന് വരാൻ ഒരുപാട് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഈ പള്ളിയിൽ നിസ്കരിക്കാമല്ലോ. ഞങ്ങൾ നല്ലത് മാത്രമാണ് ഉദ്ദേശിച്ചത്, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിരിക്കുകയാണ് നബിയെ. ആ പള്ളിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ കടന്നു വരണമെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു. പക്ഷെ നബി തങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടാല് തിരിച്ചു വരൂല എന്നാണ്. വീട്ടിൽ നിന്നൊരു ഉദ്ദേശത്തിന് വേണ്ടി ഇറങ്ങിയാൽ നബി തങ്ങൾ ആ വീട്ടിലേക്ക് എന്ത് മറന്നാലും തിരിച്ചു വരൂല. ഒരു മൊബൈൽ ഫോൺ മറന്നു എന്ന് വിചാരിച്ചോ, തിരിച്ചു പോകാൻ പാടില്ല. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കരുത് എന്ന് ഹബീബ് പഠിപ്പിച്ചു. നബി തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തു, നബി തങ്ങൾക്ക് അതില്ലാതെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവാണെങ്കിൽ വരെ നബി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മറന്നത് ഓർമ്മയാൽ പിന്നോട്ട് പോകുന്ന ഒരു പതിവ് നബി തങ്ങൾക്കില്ലാണ്. ഏതൊരു വിഷയമാണെങ്കിൽ മുന്നോട്ടൊരു കാൽ വെച്ചാൽ പിന്നോട്ട് വെക്കരുത്, മുന്നോട്ട് തന്നെ പോവാം. ഗൾഫിലേക്ക് പോവാൻ മൊബൈൽ ഫോൺ മറന്നുപോയി, തിരിച്ചു പോകാൻ പാടില്ല. നിങ്ങൾ അവിടെ നിന്നോളൂ, എന്നിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് അത് കൊണ്ടുവരാൻ പറയാം. എന്തോ ആവട്ടെ, ഏത് നിങ്ങളുടെ ഉദ്ദേശമാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ മുന്നോട്ട് തന്നെ കാലൊക്കെ പിന്നോട്ട് വെക്കരുത്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ തബൂക്കിലേക്ക് പോവുകയാണ്, തബൂക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പള്ളി ഞാൻ ഉദ്ഘാടനം ചെയ്തു തരാം. അവർ സമ്മതിച്ചു. നബി തങ്ങൾ തബൂക്കിൽ പോയി സ്വഹാബാക്കളൊക്കെ തിരിച്ചു വരുമ്പോൾ വീണ്ടും സംഘാടകർ, കമ്മിറ്റി ഭാരവാഹികൾ വന്നു. എന്നിട്ട് നബി തങ്ങളോട് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു. നബി തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാൻ. അപ്പോഴാണ് അള്ളാഹു ഒരു ആയത്തിറക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ وَلَيَحْلِفُنَّ إِنْ أَرَدْنَا إِلَّا الْحُسْنَى وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ وَالَّذِينَ اتَّخَذُوا مَسْجِدًا ضِرَارًا. ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പള്ളി നിർമ്മിച്ച ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, പള്ളിയുടെ മുന്നിൽ അമ്പലം നിർമ്മിക്കുന്നതിൽ യാതൊരു തെറ്റില്ല. പള്ളിയുടെ മുന്നിലല്ല, പള്ളിയുടെ അതേ മതിലിനോട് ചേർത്തിട്ട് ഒരു അമ്പലം നിർമ്മിച്ചോ, നിങ്ങൾ സൗകര്യം കൊടുത്തോളൂ, അങ്ങനെ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പുറത്തെ ചുമരിനോട് ചേർത്ത് ചർച്ച് നിർമ്മിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു, അതും കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ പള്ളി ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അമ്പലവും ദേവാലയങ്ങളും പള്ളിയും ഒന്നിച്ച് ഒരേ ചുമര് കൊണ്ടുണ്ടായ ചരിത്രമൊക്കെ ഇസ്ലാമിലുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പള്ളിയുടെ മുമ്പിൽ വേറൊരു പള്ളി വരാൻ പാടില്ല. പള്ളിക്ക് മുമ്പിൽ മറ്റൊരു പള്ളി വരുന്നത് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള പള്ളിയാണ്. അത് സത്യനിഷേധത്തിന്റെ പള്ളിയാണ്, അത് സത്യവിശ്വാസിയുടെ പള്ളിയല്ല. സത്യവിശ്വാസികളെ ഭിന്നിപ്പിക്കാനുള്ള പള്ളിയാണത്. മതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അഭയകേന്ദ്രമാണത്. സമുദായത്തെ ഭിന്നിപ്പിക്കാൻ, നാടിനെ ഭിന്നിപ്പിക്കാൻ, ഐക്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരാണോ കുതന്ത്രമായിട്ട് പരിശ്രമിക്കുന്നത് അവർക്കുള്ള അഭയകേന്ദ്രമാണത്. അവർ പറയും, വല്ലാഹ് ഞങ്ങൾ നന്മ മാത്രം ഉദ്ദേശിച്ചിട്ട് കെട്ടിയ പള്ളിയാണെന്നൊക്കെ പറയും. നബി തങ്ങളോട് പറയാണ്, അവർ സത്യം ചെയ്യും, ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചിട്ടാണ് പള്ളി നിർമ്മിച്ചത് എന്നവർ പറയും. ഇവരെങ്ങനെയാണല്ലോ പറഞ്ഞത്, ഞങ്ങൾ പള്ളി നിർമ്മിക്കുന്നത് എന്തിനാ? വയസ്സന്മാർക്ക് നിസ്കരിക്കാൻ, മഴക്കാലത്ത് നിസ്കരിക്കാൻ, തണുപ്പുള്ള ശൈത്യകാലത്ത് നിസ്കരിക്കാൻ. അവർ സത്യം ചെയ്യും, നന്മ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നവർ പറയും. ബക്കറ്റ് വരും നിങ്ങളുടെ അടുത്ത്, നന്നായിട്ടൊന്ന് സഹകരിച്ചേക്ക്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബക്കറ്റ് വന്നാൽ വളരെ നല്ല രീതിയിൽ സഹകരിച്ചേക്ക്. നല്ല രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ഉം 20ഒന്നും നല്ല രീതി ആവില്ല. ഒരു മിനിമം 100 ഇട്ട് കൊടുത്തേക്ക്. ഒറ്റ ദിവസത്തെ പരിപാടിയാണ്, ഒരുപാട് ചിലവഴിച്ചിട്ടുണ്ട്. ഡെക്കറേഷനും ട്യൂബും സ്റ്റേജും എല്ലാം ഒരുപാട് ചിലവഴിച്ചിട്ടുണ്ട്, മൈക്ക്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കിട്ടണമെങ്കിൽ ഇപ്പോൾ അല്ല, കുറച്ച് നേരത്തെ നടത്തണമായിരുന്നു ഈ ബക്കറ്റ് പിരിവ്. ഞാൻ ബക്കറ്റ് പിരിവ് ഇല്ല എന്നാണ് വിചാരിച്ചത്. ഈ പാമ്പൊക്കെ വരുന്നതിന് മുമ്പേ നടത്തണമായിരുന്നു. അപ്പോൾ ഏതായാലും
അതൊരു തൗഫീഖാണ്. ഈ സ്വതക്ക കൊടുക്കാന്ന് പറഞ്ഞൊരു തൗഫീഖാണ്, എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അതേപോലെ വാലിൻ്റെ സദസ്സിൽ വന്നിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ അത് വേറൊരു ഭാഗ്യമാണ്, അതെല്ലാവർക്കും കിട്ടൂല. ഷാഫി ഇമാം എൻ്റെ ഉസ്താദിനോടൊരു പരാതി പറയുന്നുണ്ട്. ശകൗതു ഇലാ വകീഇൻ സുഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർകിൽ മആസി وقال العلم نور الله حقا ونور الله لا يعطى لعاصي. ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടാക്കിയ ആളാണ്, ബൈഹാട്ട് ചെയ്ത ആളാണ്. ആ ഷാഫി ഇമാം ഉസ്താദിനോട് പറയും, ഉസ്താദ് എനിക്ക് പഠിച്ചിട്ട് ഒരു ബൈഹാട്ടാവുന്നില്ല. വാക് മെമ്മറി എന്ന് പറയും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക് മെമ്മറി ഒന്നും ഇല്ല, എന്നാലും അദ്ദേഹം ഒരു പരാതി പറഞ്ഞു. അപ്പൊ അതേ ഉസ്താദ് ശിഷ്യനോട് പറയുന്ന മറുപടി എന്തെന്നറിയോ? وقال العلم نور الله حقا ونور الله لا يعطى لعاصي. ഇൽമ് എന്നത് പ്രകാശമാണ്. നൂറുൻ അലാ നൂർ, അതൊരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, തെറ്റുകാർക്ക് ഈ ഒരു പ്രകാശം കിട്ടൂല. അതുകൊണ്ടാണ് സദസ്സിലിരിക്കാനൊക്കെ നമ്മൾക്കൊരു മടി വരുന്നത്. അതങ്ങനെയാണ്. നൂർ ലാ യുഅ്താ ലിആസി, തെറ്റുകാർക്ക് ഈ പ്രകാശം കിട്ടൂല. ഇൽമ് അതൊരു പ്രകാശമാണ്. ഷാഫി ഇമാമിനോട് ഉസ്താദ് പറഞ്ഞു കൊടുത്ത ഹദീസാണ്. നമ്മൾക്ക് വാലിന് പോകാനും സദസ്സിലിരിക്കാനൊക്കെ മടിയുണ്ടോ? ഈ ഒരു കവിത ഓർത്താൽ മതി. നമ്മുടെ ഭാഗത്ത് എന്തോ ഒരു പിഴവ് വന്നിട്ടുണ്ട്, എന്തോ ഒരു അപാകത വന്നിട്ടുണ്ട്. വീട്ടിലിരുന്നിട്ട് വാല് കേൾക്കുന്ന പെണ്ണുങ്ങളുണ്ട്, എനിക്കറിയാം. അവിടെ നിന്നും കൂലൊന്നും കിട്ടൂല. കൂലി കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കണം. നിങ്ങളെ സൗകര്യമായിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ കൂലി കിട്ടണമെങ്കിൽ സദസ്സിൽ തന്നെ ഇരിക്കണം. മജ്ലിസുൽ ഇൽം എന്ന് പറഞ്ഞാൽ വീടല്ല, മജ്ലിസുൽ ഇൽം ഇതാണത്. പെണ്ണുങ്ങൾക്ക് മജ്ലിസ് അതാണ്, ആണുങ്ങളുടെ മജ്ലിസ് ഇതാണ്. ഇവിടെ ഇരുന്നാലേ ആ കൂലി കിട്ടുള്ളൂ. വാലൊക്കെ കേൾക്കാം. വാലിപ്പോൾ വീട്ടിലിരുന്നാൽ ലൈവ് SKCR ലൈവ് കൊടുക്കുന്നില്ലേ? ഉണ്ടോ? ഓഫ് ചെയ്തിനോ? ഉണ്ടോ? ആ, ലൈവ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ വീട്ടിലിരുന്നാലും കേൾക്കാം, വണ്ടിയിലിരുന്നാലും കേൾക്കാം. പക്ഷെ വാല് ഇതിനൊരു മഹത്വമുണ്ട്. ഈ സദസ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് തിരിച്ചറിയാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. എന്താ ഇതിൻ്റെ ശ്രേഷ്ഠത? എന്താ? നിങ്ങൾ ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് നിങ്ങൾ എണീറ്റ് പോകുമ്പോഴേക്കും ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തന്നിട്ടുണ്ട്, നിങ്ങൾ പോയിക്കോളൂ എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖൂമു മഗ്ഫൂറൻ ലക്കും, ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് എണീറ്റ് പോകുന്ന ആളുകൾ, ഖുർആനിന്റെ ആയത്തുകൾ ചർച്ച ചെയ്യുന്ന സദസ്സിൽ വന്ന് തിരിച്ചു പോകുന്ന ആളുകൾ, ഖൂമു മഗ്ഫൂറൻ ലക്കും, ദാ നിങ്ങൾ പാപമോചിതരാണ്, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്, പോയിക്കോളൂ എന്നാണ് അള്ളാഹുവിന്റെ മാലാഖമാര് പറയുന്നത്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ പറയുന്നത്, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, ഈ ഇവിടെ ഇരുന്ന ജലീസ് എന്ന് പറഞ്ഞാൽ ഇരുന്നവൻ എന്നാണ്. മജ്ലിസുൽ ഇൽം, ഇൽമിന്റെ സദസ്സിൽ ഇരുന്നവൻ പരാജയപ്പെടൂല എന്നാണ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്. ദുനിയാവിന്റെ സ്വർഗം ലഭിക്കാത്തവന് ആഖിറത്തിന്റെ സ്വർഗം ലഭിക്കൂല. അതുകൊണ്ട് എവിടേക്കെങ്കിലും വേലൊക്കെ കേൾക്കാൻ പോവുകയാണെങ്കിൽ പുറത്ത് ദൂരെ നിന്നിട്ട് നോക്കുന്നതിന് പകരം ഒരു 10 മിനിറ്റെങ്കിലും സദസ്സിലിരുന്നോളി, അതിൽ ബർക്കത്ത് നേടിക്കും. പിന്നെ പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഇതിന്റെ ബർക്കത്തൊക്കെ നേടി എന്നിട്ട് പോയിക്കോളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ നബിയെ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത്. അള്ളാഹു പറയാണ്, വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അവർ കള്ളന്മാരാണ്, നുണ പറയുന്ന ആളുകളാണ്. ആ പള്ളി നിർമ്മിക്കുന്നതിൽ യാതൊരു നന്മയും അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും ആ പള്ളിയിൽ കാലുകുത്താൻ പാടില്ല. പള്ളിയാണ്, കരിച്ചു കളയേണ്ട പള്ളികളുണ്ട്, തകർക്കേണ്ട പള്ളികളുണ്ട്. പള്ളിയെ തകർത്തു എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് കാര്യമില്ല. തകർക്കപ്പെടേണ്ട പള്ളിയുണ്ട്. പള്ളിയുടെ മുമ്പിൽ പള്ളി, ഞാൻ പറഞ്ഞു, പള്ളിയുടെ മുമ്പിൽ അമ്പലം കുഴപ്പമില്ല, പള്ളിയുടെ മുന്നിൽ ചർച്ചും കുഴപ്പമില്ല, പള്ളിയുടെ മുന്നിൽ പള്ളി കുഴപ്പമാണ്. ലാ തഖും ഫീഹി അബദാ, ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച ഹബീബിനോട് അള്ളാഹു പറയാണ്, ലാ തഖും ഫീഹി അബദാ, ഒരാളും ആ പള്ളിയിൽ കാലുകുത്താൻ പാടില്ല എന്ന് വ്യക്തമായ നിർദ്ദേശം അള്ളാഹു നൽകുകയാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ,
മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. ആരാണോ ആദ്യം പള്ളി നിർമ്മിച്ചത് ആ പള്ളിയാണ് തഖ്വയുടെ പള്ളി. ഇനി പള്ളി സൗകര്യമില്ല, നമ്മുടെ പള്ളി ചെറിയ പള്ളിയാണ്, സൗകര്യമൊന്നുമില്ല നിസ്കരിക്കാൻ. അപ്പൊ അതിനെ വിപുലീകരിക്കാന്ന് പറഞ്ഞാൽ നാട്ടുകാര് എന്തല്ല തൽപരരല്ല. അപ്പോ സൗകര്യത്തിന് വേണ്ടി ഒരു പള്ളി കെട്ടി, കുഴപ്പമില്ല. സൗകര്യം ഇല്ലാഞ്ഞിട്ട് വേറൊരു പള്ളി, അത് കുഴപ്പമില്ല. സൗകര്യം ഉണ്ടായിട്ട് കിട്ടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആരാണോ ആദ്യമായി കെട്ടിയത് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ. തഖ്വയിൽ അധിഷ്ഠിതമായി നിർമ്മിച്ച നിർമ്മാണം നടന്ന പള്ളി, ആ പള്ളിയാണ് നിസ്കരിക്കാൻ അർഹമായ പള്ളി. അതിലാണ് നല്ല ചെറുപ്പക്കാരുള്ളത്. റിജാലുൻ യുഹിബ്ബൂന അൻ യതതഖറൂ. നല്ല സംശുദ്ധരായ ചെറുപ്പക്കാരുള്ളത് ആദ്യത്തെ പള്ളിയിലാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. എന്നാൽ സംശുദ്ധരായ ചെറുപ്പക്കാരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയുന്നത് പള്ളി സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. അവിടെ നിന്നാണ് സൗഹാർദ്ദത്തിന്റെ ധ്വനികൾ ലോകത്തിന്റെ മുഖ്യമൂലകളിലേക്ക് പറന്നുയരേണ്ടത്. അവിടെ നിന്നാണ് ഒരു നാടിന്റെ വിജയം, ഒരു നാടിന്റെ സംസ്കാരം വളർന്നു പന്തലിക്കേണ്ടത്. മന്നകലൽ ബസൽ വസ്സൂം വൽ ഖുറാഫ് ഫലാ യഖറബന്ന മസ്ജിദനാ. പള്ളി എന്ന് പറയുന്നത് തോന്നിയതുപോലെ പോകാനുള്ളതല്ല, അതിന് ചില ആദരവുകളുണ്ട്. ഉള്ളി കഴിച്ചിട്ട് പള്ളിയിൽ പോകാൻ പാടില്ല. എൻ്റെ പള്ളിക്ക് വരരുത്, ഞങ്ങളെ പള്ളിക്ക് വരരുത്. ഉള്ളി കഴിച്ചിട്ടേ ബിരിയാണി കഴിച്ചാൽ അതിനുശേഷം ഒരു ഉള്ളി ഉണ്ടാവും. ആ ഉള്ളിയൊക്കെ കഴിച്ച് പല്ല് തേക്കാതെ പള്ളിക്ക് വരാൻ പാടില്ല. പള്ളിക്കൊരു ബഹുമാനമുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലല്ല. മൻ അകലൽ ബസൽ വസ്സൂം വൽ ഖുറാസ്. വായയുടെ ദുർഗന്ധമുണ്ടാക്കുന്ന ഏത് വിഭവം കഴിച്ചാലും പല്ല് തേക്കാതെ പള്ളിക്ക് വരാൻ പാടില്ല. ഫലാ യഖറബന്ന മസ്ജിദന. ഞങ്ങളുടെ പള്ളിക്ക് അടുത്തു പോകരുത്, അതിന്റെ അടുത്ത് പോലും വരാൻ പാടില്ല വായ പല്ല് തേക്കാത്ത ആള്. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ദുർഗന്ധമുള്ള വായയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പ്രയാസം വരുന്നത് പോലെ പള്ളിയിലുള്ള മാലാക്കമാർക്ക് പ്രയാസം തോന്നുന്നത് കൊണ്ട് പള്ളിയിലേക്ക് അടുക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുളിക്കാതെ പള്ളിയിലേക്ക് പോകരുത്. ചില ആളുകളുണ്ട് രാത്രി ഉറങ്ങുമ്പോടുന്ന ടീഷർട്ടും ട്രാക്ക് ഷൂട്ടൊക്കെ ഇട്ട് പള്ളി പോകുന്ന ആള്, 3x4 ഒക്കെ ഇട്ട് പള്ളി പോകുന്ന ആള്. രാത്രി ഉറങ്ങുമ്പോടുന്ന ഡ്രസ്സ് ഒന്നും ഇട്ടിട്ട് ഒരു കാരണവശാലും പള്ളിക്ക് പോകരുത്. അലക്കി കുളിച്ച കുഴപ്പമില്ല, അതേ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിയിൽ പോകരുത്. രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ ട്രാക്ക് ഷൂട്ട്, നമ്മുടെ 3x4 ഒക്കെ നജസായിട്ടുണ്ടോ ഇല്ല ആർക്കറിയാം. ആ ഉടുത്ത തുണിയും ഉണ്ട്, അതിൽ നജസുണ്ടോ എന്ന് ആർക്കറിയാം. അതെടുത്തിട്ട് അങ്ങനെ പോവാ പാടില്ല. പള്ളിയിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സൗന്ദര്യത്തോടെ പോകണമെന്ന് ഖുർആൻ. നല്ല മൊഞ്ചന്മാരായിട്ട് പള്ളിയിൽ പോകണം. തരികിടൊന്നും നടക്കൂല, കുളിക്കാതുള്ള ഒരുപാടൊന്നും നടക്കൂല. പള്ളിയിൽ പോകുമ്പോൾ നല്ല ഗ്ലാമറായിട്ട് പോകണം. നല്ല കുപ്പായൊക്കെ ഇസ്തിരിയിട്ട് ഒന്ന് കുളിച്ച് മുടിയൊക്കെ തലയൊക്കെ ചീകി മുടിയൊക്കെ വാരി നല്ല അത്രയൊക്കെ പൂശിയിട്ട പള്ളിയിൽ പോകേണ്ടത്. നബിത്തങ്ങൾ അങ്ങനെ പോയിരുന്ന റൂമിൽ നിന്ന് നബിത്തങ്ങൾ പള്ളിയിലേക്ക് കയറുമ്പോൾ നബിത്തങ്ങൾക്ക് ഒരു വെള്ളം കുടിക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് നബിത്തങ്ങൾ നോക്കും. അന്ന് കണ്ണാടിയൊന്നുമില്ലല്ലോ. നോക്കിയിട്ട് താടി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ചീകി റെഡിയാക്കിയിട്ടാണ് നബിത്തങ്ങൾ പള്ളിയിലേക്ക് പോയിരുന്നത്. അള്ളാഹുവിന് നല്ലത് ഇഷ്ടമാണ്, സൗന്ദര്യം ഇഷ്ടമാണ്. സൗന്ദര്യമുള്ള ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വൃത്തി, സൗന്ദര്യം മുഖത്തിൻ്റെ സൗന്ദര്യങ്ങൾ. ഞാൻ ഇങ്ങനെയാണല്ലോ ജനിച്ചതല്ല. സൗന്ദര്യം മീൻസ് ഒരു മനുഷ്യനെ കാണാൻ സൗന്ദര്യമില്ലെങ്കിലും ഒരു പക്ഷേ അയാളുടെ സ്വഭാവം, അയാളുടെ വേഷവിധാനങ്ങൾ, അതിലൊരു സൗന്ദര്യമുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ മാന്യമായി പോകണമെന്ന്, വളരെ ഭംഗിയായി പോകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. സുബൈക്ക് കണിച്ചാൽ ഒന്ന് കുളിച്ച് ഫ്രഷായി അത്രയൊക്കെ പൂശി പള്ളിയിൽ പോകും. എന്ത് രസമുണ്ടാവും. ഇത് പല്ലും തേക്കാതെ പള്ളിയിൽ വന്ന ആൾ പിറ്റേ ദിവസം പള്ളിക്ക് വരുമോ? സലാം പറഞ്ഞ് സലാം വിട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എങ്ങാനും കോട്ടുവായിട്ടാൽ അപ്പുറത്തുള്ള ആള് യാ അല്ലാഹ് നാളെ പള്ളിക്ക് വരൂല. അതുകൊണ്ടാണ് പള്ളിയിൽ വരുമ്പോൾ എന്നും നല്ല നീറ്റായി വൃത്തിയായി പള്ളിയിൽ വരണം. പിന്നെ നബി തങ്ങൾ പറഞ്ഞു, പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്കുള്ളതല്ല. നഷ്ടപ്പെട്ടു പോയ
എന്തോ ഒരു വസ്തു തേടുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ഹബീബ് കാണാനിടയായി. നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു സാധനം, ഒന്നുകിൽ മൊബൈല്, അല്ലെങ്കിൽ വാച്ച്, അല്ലെങ്കിൽ തൊപ്പി, അല്ലെങ്കിൽ പേഴ്സ്. എന്നാലെന്ന വസ്തു കാണുന്നില്ല. യൻഷുദുല്ലാഹ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പള്ളിയിൽ വെച്ചിട്ട് ഒരാൾ ചോദിക്കാൻ. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റൊക്കെ ചെല്ലുമ്പോൾ ഒരാൾ എണീറ്റിട്ട് എൻ്റെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. ഇത് കണ്ടപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ റദ്ദഹല്ലാഹു ലക അലൈക, അത് നിനക്ക് തിരിച്ചു കിട്ടാതിരിക്കട്ടെ. നിനക്കത് തിരിച്ച്, നിന്റെ മൊബൈൽ ഐഫോൺ 6 ആവട്ടെ 7 ആവട്ടെ, പള്ളിയിൽ വെച്ച് ചോദിച്ചാൽ നിനക്ക് തിരിച്ചു കിട്ടാതിരിക്കട്ടെ. ലാ റദ്ദഹല്ലാഹ്, അല്ലാഹു അത് മടക്കി തരാതിരിക്കട്ടെ. ഫഇന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ, നിന്റെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ ചോദിക്കാനല്ല പള്ളി ഉണ്ടാക്കിയത്, നിസ്കരിക്കാനാണ്. പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ ഓതൽ പോലും ഹറാമാണ്. നെറ്റിപ്പോയില്ലല്ല, പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ പോലും ഓതൽ പോലും ഹറാമാണ്. എപ്പോ ഒരാൾ നിസ്കരിക്കുന്ന ആളുകൾക്ക് വസ്വാസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഖുർആൻ ഓതൽ ഹറാമാണ് പള്ളിയിൽ. കാരണം ഖുർആൻ ഓതാനല്ല പള്ളി ഉണ്ടാക്കിയത്, പള്ളി ഉണ്ടാക്കി നിസ്കരിക്കാനാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആനുള്ളൂ. അതുകൊണ്ട് ഒരാളിങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ നല്ല ഇടത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇങ്ങനെ നമ്മൾ ഓതുമ്പോൾ അയാളല്ല നമ്മൾ ഖുർആന്റെ ഓത്തിന്റെ കൂടെ ഇങ്ങനെ വരും. ഇയാൾ നിസ്കാരത്തിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ തെറ്റി. നീ ഓതിയൊക്കെ ശരി, നല്ല കാര്യമാണ്, പക്ഷെ തെറ്റായി പോയി. മനസ്സിലായില്ലേ? സംഭുഷാറായി പക്ഷെ പൊട്ടത്തരായി പോയി എന്ന് പറയൂലേ, നമ്മള് വിഡ്ഢിത്തരായി പോയി എന്ന് പറയൂലേ, അതേപോലെ സംഭവം. അമലൊക്കെ ഉഷാറാണ്, പക്ഷെ ഹറാമായി പോയി. അപ്പോ ദുനിയവിയായ വർത്തമാനങ്ങൾ പറയാനും സംസാരിക്കാനും നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ പോകരുത്. ഫഇന്നൽ മസാജിദ ലം തുബ്ന ഹാദാ, ഇതിനു വേണ്ടിയിട്ടല്ല അല്ലാഹു പള്ളിയെ നിർമ്മിച്ചിട്ടുള്ളത്. നിന്റെ കച്ചവടം പള്ളിയിൽ വേണ്ട. ഒരാൾ പള്ളിയിൽ ബിസിനസ് നടത്തുന്നത് കണ്ടപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ അർബഹല്ലാഹു ബൈഅക, നിന്റെ ഈ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ, അല്ലാഹു ലാഭം തരാതിരിക്കട്ടെ. ബിസിനസ് നടത്താൻ പള്ളിയെ നിങ്ങൾ കാണരുത്. ഇത് ബിസിനസ് നടത്താനുള്ളതല്ല, ഇത് നിസ്കരിക്കാനും ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനുമുള്ളതാണ്. നിങ്ങൾക്ക് തോന്നിവാസത്തിനുള്ളതല്ല പള്ളി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മൾ പറഞ്ഞു, മദീനയിൽ ചെന്ന ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ 4 കാര്യങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ചർച്ചയായിരുന്നു അത്. 1, അഫ്ശുസ്സലാം, നിങ്ങൾ സ്നേഹമുണ്ടാവാൻ സലാം പറയണം. 2, നിങ്ങൾ ഭക്ഷണം നൽകണേ. അതിന് മുസ്ലിം എന്ന വ്യത്യാസമില്ല. നിങ്ങൾ ഇടയ്ക്കിടെ വീട്ടിലേക്ക് നിങ്ങളുടെ നാട്ടുകാരെ, നിങ്ങളുടെ അയൽവാസികളെ, നിങ്ങളുടെ കുടുംബക്കാരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുത്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പറയട്ടെ എന്റെ സഹോദര, നീ നിന്റെ വീട്ടിൽ പട്ടിണി കിടന്നാൽ അത് ദീനിൽ നിനക്കൊരു കോട്ടവും ഉണ്ടാക്കില്ല. പക്ഷേ നിന്റെ അയൽവാസിയായ ഹൈന്ദവ സഹോദരൻ പട്ടിണി കിടന്നാൽ നീ മുസ്ലിമല്ല, നിന്റെ ഈമാൻ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ നിന്റെ മക്കളും വീട്ടിൽ നിന്നിട്ട് പട്ടിണി കിടക്കാൻ, ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാനൊന്നുമില്ല, ഭക്ഷണം കഴിക്കാനില്ല, രാത്രി ചോറ് കഴിക്കാനൊന്നുമില്ല, പട്ടിണിയാണ്. അതുകൊണ്ട് നിന്റെ ഈമാൻ നഷ്ടപ്പെടില്ല, ഈമാൻ കൂടെ ചെയ്യുള്ളൂ. ഭക്ഷണം കുറക്കുന്നതിനനുസരിച്ച് ഈമാൻ കൂടെ ചെയ്യുള്ളൂ. പക്ഷേ നിന്റെ അപ്പുറത്തൊരു അയൽവാസിയുണ്ട്, ഇന്നാലെന്ന ശശീന്ദ്രൻ, അയാൾക്ക് 5-6 മക്കളുണ്ട്, അയാൾ കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ആളാണ്. പെട്ടെന്നാണ് വീണിട്ട് അസുഖം വന്ന് ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായത്. അപ്പൊ നിന്റെ ഭക്ഷണം എടുത്ത് നിന്റെ ശശീന്ദ്രന്റെ ഭാര്യ ദേവികക്കും കൊടുത്തിട്ട് നീ ഭക്ഷണം നൽകണം. എങ്ങാനും അവർ പട്ടിണി കിടന്നു പ്രയാസപ്പെട്ടാൽ നിന്റെ ഈമാൻ അല്ലാഹു ഉയർത്തിക്കളയും, നീ മുഅ്മിനല്ല. ഇതാണ് ദീൻ, ഇതാണ് മതം. ഈ മതത്തിനൊക്കെയാണ് ആളുകൾ തീവ്രവാദത്തിന്റെ മതം എന്ന് പറയുന്നത്. അപ്പോഴാണ് അത്ഭുതപ്പെടുന്നത് അല്ലേ? പരിശുദ്ധ ദീൻ മദീനയിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക്, മക്കയിലേക്ക് കടന്നു വന്നപ്പോ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണേ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണേ. ഇതിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ് പാവപ്പെട്ട ബിലാലിനെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ വിവസ്ത്രനായി വലിച്ചുകൊണ്ടുപോയി ചാട്ടവാറുകൾ കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞടിക്കുന്നത്.
തിളച്ചുമറിയുന്ന വെള്ളം കൊണ്ടുവന്ന മഹാനായ ബിലാൽ തങ്ങളുടെ ശരീരത്തിലേക്ക് ദേഹത്തേക്ക് ഒഴിച്ച് ശരീരം പൊള്ളിപ്പോകുന്നത്, വലിയ താങ്ങാവുന്നതിലപ്പുറമുള്ള പാറക്കല്ലുകൾ കൊണ്ടുവന്നിട്ട് ശരീരത്തിലേക്ക് കയറ്റിവെക്കുന്നത്, ദാഹിച്ചു വലഞ്ഞുകൊണ്ട് അൽമാ ഒന്ന് വെള്ളം തരുമോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോ ക്രൂരനായ ഉമയ്യ തന്റെ കുപ്പായം ഉയർത്തിയിട്ട് വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർക്കൊരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. സുമയ്യ ബീവിയുടെ ഗുഹ്യാവയവങ്ങളിലേക്ക് ഇരുമ്പിന്റെ ദണ്ട് കുത്തിക്കയറ്റി നിഷ്ഠൂരമായി കൊല ചെയ്തത് എന്തിന്റെ പേരിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന്റെ പേരിലാണ്. ഇന്ന് കേരളത്തിനകത്തും പുറത്തും മുസ്ലിമീങ്ങൾക്കെതിരെ കൊലപാതകങ്ങളും ശക്തമായ പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന്റെ പേരിലാണ്. ഒരു അമുസ്ലിമിനെ ദ്രോഹിക്കാൻ ഇന്ന് വരെ നമ്മൾ തയ്യാറായിട്ടില്ല. ഇന്ത്യയിൽ നടന്ന പീഡനങ്ങളുടെ, ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങളുടെ, ഇന്ത്യയിൽ നടന്ന കൂട്ടക്കൊലപാതകങ്ങളുടെ കഥകൾ ഓരോന്ന് പഠിച്ചു നോക്കുമ്പോൾ അതിലെവിടെയാണ് മുസ്ലിം പ്രാതിനിധ്യമുള്ളത് എന്ന് ഓരോ ആളുകളും പഠിക്കണം. മുത്തലാഖിന്റെ വിഷയം വന്നു, ഡിവോഴ്സ് ചെയ്യപ്പെട്ട എല്ലാ മതക്കാരിലും ഒരു പഠനം നടത്തിയപ്പോ ഏറ്റവും കൂടുതൽ ത്വലാഖ് ചൊല്ലിയത്, വിവാഹമോചനം നടന്നത് ഇസ്ലാമിലാണ്. മുത്തലാഖ് ഒഴിവാക്കണം, അതിന് പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാ ആളുകളും ഇന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളെ സംരക്ഷിക്കണം, അവർക്ക് അഭിമാനമുണ്ട്. എന്നാ പഠിക്ക്, ഏത് മതത്തിലാണ് ഡിവോഴ്സ് കൂടുതലുള്ളത്? ഏത് മതത്തിലാണ് വിവാഹമോചനം കൂടുതലുള്ളത്? നിങ്ങൾക്ക് ഇസ്ലാമിലാണ് ഏറ്റവും കൂടുതൽ ത്വലാഖുള്ള, ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടന്നതെന്ന് തെളിയിക്കാൻ പറ്റിയാൽ നമ്മൾ അംഗീകരിക്കുക. അത് പഠിക്കാതെ അത് പഠിക്കൂല. പഠിക്കാഞ്ഞിട്ടല്ല, കണ്ണടച്ചിരുട്ടാക്കുകയാണ്. എന്തെങ്കിലും ഒന്നും വേണ്ടേ? ഓരോ കരുക്കൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കാൻ. ബീഫ് കഴിയുമ്പോ ത്വലാഖ് കഴിഞ്ഞാൽ വേറൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്നു. പക്ഷെ നമ്മൾ നിരപരാധികളാണ്. തുടക്കം മുതൽ ഇങ്ങനെയാണ്. ഇതിന്റെ തുടക്കം ഇങ്ങനെ വിചിത്രമാണ്. ഇതേപോലെയാണ് ഇത് തുടങ്ങിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിന്റെ പേരിലാണ് മഹാനായ ഖബ്ബാബിനെ ചുട്ടുകൊള്ളുന്ന അടുപ്പിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹമി എന്ന് പറയുന്ന സ്വഹാബിയെ തിളച്ചുമറിയുന്ന എണ്ണയുടെ പാത്രത്തിലേക്ക് വലിച്ചെറിയാൻ റോമയുടെ രാജാവ് തയ്യാറായത്. സ്വന്തം നാടിൽ ജീവിക്കാൻ അനുവദിക്കാതെ, സ്വസ്ഥത തരാതെ, നബി തങ്ങളുടെ പിതൃവ്യന്റെ മകനായ ആളാപ്പയുടെ മകനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബ്ശീനിയയിലേക്ക്, നജ്ജാശി രാജാവിന്റെ നാട്ടിലേക്ക് അഭയം കിട്ടുമല്ലോ, സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന പ്രതീക്ഷയോടെ വീടും കുടുംബവും സമ്പാദ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നാട് കടന്നുപോയി. അവിടെ സുഖമായി ജീവിക്കുമ്പോഴാണ് മക്കയിലെ ധിക്കാരികളായ ശത്രുക്കൾ അവിടേക്ക് കടന്നു വന്നിട്ട് നജ്ജാശി രാജാവിനോട് പറയുന്നത്, രാജാവേ, ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ പ്രശ്നക്കാരാണ്. രാജാവ് കുറച്ച് ബുദ്ധിയുള്ള തലയുള്ള ആളായിരുന്നു. നമ്മുടെ നേതാക്കന്മാരെ പോലെ ഒന്നും ആയിരുന്നില്ല. കുറച്ച് തലയുള്ള ആളായിരുന്നു. ഇന്നിപ്പോ IAS കാരൊക്കെ ഭരിക്കുന്നതാരാ? 1ാം ക്ലാസ്സിൽ പോലും സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആളാ അല്ലെ? IAS കാരെന്ന് പറഞ്ഞാൽ എന്താ? എത്ര അധ്വാനിച്ചിട്ട്, എത്ര റിസ്ക് എടുത്തിട്ട് അവർക്ക് IAS ആവുന്നത്? എത്ര ആളുകൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്? ലക്ഷക്കണക്കിന് ആളുകളിൽ 1, 2, 3 ആളുകൾക്ക് ഇതൊക്കെ കിട്ടുന്നത്. ഇവരെ ഭരിക്കുന്നത് ആരാ? SSLC പോലും പാസ്സാവാത്ത ആളുകൾ IAS കാരൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഉപയോഗിച്ച് നമ്മളെ പോകുന്ന നേതാക്കന്മാരെ പോലുള്ള നേതാവല്ല. ജാഷി രാജാവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇവർ നാട്ടിലെ കുഴപ്പക്കാരാണ്, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളാണ്, ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഇവരിവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കരുത്. ജാഷി രാജാവ് ജാഫർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്ത് കുഴപ്പമാണ് നാട്ടിലുണ്ടാക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ കുഴപ്പങ്ങളൊക്കെ ഒന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ജാഷി രാജാവേ, ഞങ്ങൾ ഒരുപാട് ബിംബങ്ങളെ, ഒരുപാട് കല്ലുകളെ, ഒരുപാട് മരങ്ങളെ ആരാധിക്കുന്ന ആളായിരുന്നു. മുഹമ്മദ് നബി വന്നിട്ട് പറഞ്ഞു, ഏകനായ റബ്ബിനെ ആരാധിക്കണം. ഞങ്ങളത് അംഗീകരിച്ചു. ഒന്നാമത്തെ കുഴപ്പം അതാണ്. രണ്ടാമത്തെ കുഴപ്പം, അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി, അത് വിശ്വസിച്ചു. രണ്ടാമത്തെ കുഴപ്പം, ഞങ്ങൾ വ്യഭിചരിക്കുന്ന ആളുകളായിരുന്നു. കണ്ട പെണ്ണിനെയൊക്കെ ശാരീരികമായി ഉപയോഗിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മൾ. വൈൻ വുമൻ വാർ, പെണ്ണ്, മദ്യം, യുദ്ധം,
ഇതായിരുന്നു നമ്മുടെ മോട്ടോ, നമ്മുടെ മുദ്രാവാക്യം. പെണ്ണെന്ന് പറഞ്ഞ പിന്നായി, യുദ്ധമെന്ന് പറഞ്ഞാലായി. ഇതൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. വ്യഭിചരിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മൾ. ഭാര്യയ്ക്ക് പോലും സ്ഥാനം നൽകാതെ പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ യാതൊരു നിയന്ത്രണമില്ലാതെ പോയിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. ഞങ്ങളോട് മുഹമ്മദ് പറഞ്ഞു വ്യഭിചരിക്കരുത്. ഞങ്ങൾ വ്യഭിചാരം നിർത്തി. ശാരീരികമായ ലൈംഗികമായ താല്പര്യം ഭാര്യയിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ ശമിപ്പിക്കാറുള്ളൂ. മറ്റൊരു പെണ്ണിനെ തൊടാറില്ല, മറ്റൊരു പെണ്ണിനെ നോക്കാറില്ല, മറ്റൊരു പെണ്ണിനെ തോണ്ടി നോക്കാറില്ല, മറ്റൊരു പെണ്ണിനെ ലൈംഗികമായി പീഡിപ്പിക്കാറില്ല. ഞങ്ങൾ ചെയ്ത മൂന്നാമത്തെ തെറ്റിതാണ്. ഒരു പെണ്ണിനെ ഞങ്ങൾ ദ്രോഹിച്ചില്ല, ഞങ്ങൾ ചെയ്ത തെറ്റാണിത്. ഞങ്ങൾ കള്ള് കുടിക്കുമായിരുന്നു. കള്ള് കുടിച്ച് കൂത്താടി നടക്കുന്ന ആളുകളായിരുന്നു. കള്ള് കുടിച്ചിട്ട് ആഭാസങ്ങളുടെ വാക്കുകൾ പറയുമായിരുന്നു. റോഡിന്റെ മധ്യത്തിലൂടെ 4 കാലിൽ നടക്കുമായിരുന്നു. അപ്പുറത്തുള്ള വീട്ടുകാരെ ചീത്ത വിളിക്കുമായിരുന്നു, തെറി പറയുമായിരുന്നു കള്ള് കുടിച്ചിട്ട്. ഞങ്ങളോട് പറഞ്ഞു കള്ള് കുടിക്കല്ല. ഞങ്ങൾ കള്ളുകുടി നിർത്തി. അതാണ് ഞങ്ങൾ ചെയ്ത 4ാമത്തെ തെറ്റ്. ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന ആളായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു അന്യായമായി ഒരാളെയും ആക്രമിക്കരുത്, ഒരു സഹോദരന്റെ രക്തം പോലും ചിന്തരുത്, ഒരു സഹോദരന്റെ അഭിമാനത്തിൽ ശരമേൽപ്പിക്കരുത്, ഒരാളെ കുറിച്ച് ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്, ഒരാളുടെ കുറ്റവും കുറവും പറയാൻ പാടില്ല. അയാളെ അടിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അയാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ, പരദൂഷണം പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അയാളുടെ സമ്പത്ത് അപഹരിച്ചാൽ അതിനും സമാധാനം പറയേണ്ടി വരും. ഞങ്ങളിത് കേട്ടു. ഞങ്ങൾ ഒരാളെ ആക്രമിക്കാൻ പോയില്ല. ഞങ്ങൾ ചെയ്ത 5ാമത്തെ തെറ്റ്. മറ്റൊരാളുടെ സമ്പത്ത് മോഷ്ടിക്കാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങനെ ആക്രമിച്ചു തിന്നുമായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന് പറയുന്നത് പോലെ ക്യാഷ് നല്ല കഴിവുള്ളവൻ മറ്റുള്ള ആളുകൾ ആക്രമിച്ച് അവരുടെ സമ്പാദ്യം അപഹരിച്ച് മോഷ്ടിച്ച് തിന്നുന്ന ആളായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു മോഷ്ടിക്കാൻ പാടില്ല. ഞങ്ങൾ മോഷണം നിർത്തി. ഞങ്ങൾ ചെയ്ത തെറ്റിതാണ്. ഞങ്ങളോട് പറഞ്ഞു കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന ആളുകൾ ജ്യേഷ്ഠന്മാരോട് മിണ്ടാതെ, അനുജന്മാരോട് മിണ്ടാതെ പിണങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു കുടുംബബന്ധം പിണങ്ങി നിന്നാൽ നിങ്ങളുടെ ഒരു അമലും ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കില്ല. അന്നു മുതൽ കുടുംബക്കാരോട് നല്ല ഐക്യവും സ്നേഹവും ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങളോട് പറഞ്ഞു മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്ന്. ഞങ്ങൾ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങി. അത് ജൂതനാവട്ടെ, ക്രൈസ്തവരാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ഹൈന്ദവരാവട്ടെ. ഞങ്ങൾ ചെയ്ത തെറ്റ്. ഈ തെറ്റുകളൊക്കെയാണ് നിങ്ങൾ ചെയ്തത്. എന്നാൽ ഈ തെറ്റ് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ തൽക്കാലം നിങ്ങൾ വിടാൻ ഞാൻ തയ്യാറല്ല. മക്കയിൽ നിന്ന് വന്ന മുശ്രിക്കുകളോട് പറഞ്ഞു ഇതൊക്കെയാണോ നിങ്ങൾ ചെയ്ത തെറ്റ്? ഈ തെറ്റെന്നാൽ ഞങ്ങളുടെ നാട്ടിലും വേണം. ഇവിടെ നിന്നാണ് ഈ തെറ്റ്. മുശ്രിക്കുകളോട് പറഞ്ഞു മര്യാദയ്ക്ക് മക്കയിലേക്ക് തിരിച്ചു പോയിക്കോളി, ഇവരിവിടെ നിന്നോട്ടെ, ഇവർ തെറ്റുകാരല്ല, ഇവർ കുറ്റക്കാരല്ല. ഇന്നും നമ്മൾക്ക് ചോദിക്കാനുള്ളതല്ല ഇതല്ലേ ഇന്നും നമ്മൾ ചെയ്യുന്നത്? നിങ്ങൾ വ്യഭിചരിക്കല്ല, പെണ്ണുങ്ങളെ നിങ്ങൾ തുറന്നു നടക്കല്ല, നിങ്ങളൊന്ന് ഔറത്ത് മറച്ചു നടക്കുക. ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ത്? ഇവർക്കിങ്ങനെ പെണ്ണുങ്ങളിങ്ങനെ ആസ്വദിച്ച് നടക്കണം. വ്യഭിചരിക്കല്ലേ, ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കള്ളു കുടിക്കല്ലേ, ഇത് ഇഷ്ടപ്പെടുന്നില്ല. കൊലപാതകം നടത്തല്ലേ, നിസാരമായി രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ കൊലപാതകം നടത്തല്ലേ, ഇഷ്ടപ്പെടുന്നില്ല. 4-5 ആളുകളെ കൊന്നാലല്ലേ അടുത്ത ഇലക്ഷനിൽ വോട്ടിട്ടുള്ളൂ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെയാണോ നമ്മൾ ഇന്നും ചെയ്യുന്ന തെറ്റ്? അതുകൊണ്ട് പഠിക്കണം. എന്താണ് മതം, ഇസ്ലാം എന്ത് എന്ന് പഠിക്കണം. നമ്മളൊരു മതത്തെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ലല്ലോ. എല്ലാവരും സമാധാനത്തിൻ്റെ ശംഖുമൊഴിയാണ്, ശംഖുധ്വനികളാണ് ഓരോ ദേവാലയങ്ങളിൽ നിന്നും വരുന്നത്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക ഇർജിഉസ്സലാം. നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, ഞങ്ങൾക്ക് സമാധാനം തരണം. അമ്പലത്തിൽ നിന്നും അത് തന്നെ ഓം ശാന്തി. ദേവാലയങ്ങളിൽ നിന്നും ക്രൈസ്തവ ചർച്ചുകളിൽ നിന്നും അത് തന്നെയാണ്. മതങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് ഇവിടെ വർഗീയ ലഹളകൾ ഉണ്ടാവുന്നത്. അത് തിരിച്ചറിയാൻ എൻ്റെ ഏറ്റവും സ്നേഹനിധികളായ ഹൈന്ദവ സഹോദരങ്ങൾ തിരിച്ചറിയണം. അത് മനസ്സിലാക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അല്ലാഹുവിൻ്റെ പള്ളി ആരാണ് ഭരിക്കേണ്ടത്? പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിയൊക്കെ ആയി മാറേണ്ടത്? ആരാ? ആകെ ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ചില ആൾ വരും. എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞു 5-ാം തീയതി ആകുമ്പോൾ ചില ആളുകൾ പള്ളിക്ക് വരും. 5-ാം തീയതി അത് തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മീറ്റിംഗ് തുടങ്ങുമ്പോൾ വരും.
എന്തൊക്കെ അവർക്ക് പറയാൻ പറ്റുമോ, എന്തൊക്കെ എതിർക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് എതിർത്ത് ആകെ അങ്കലാപ്പാക്കി ആകെ ചുട്ടിച്ചോറാക്കി അവർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകും. പിന്നെ സുബൈക്ക് പള്ളി നോക്കി അവരെ കാണൂല. പിന്നെ അടുത്ത 5 എല്ലാ 5 മീറ്റിംഗ് ഉണ്ട് അത്രേ. അടുത്ത 5 അവർ വീണ്ടും വരും. ഇവരൊക്കെ പിടിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ കമ്മിറ്റിയിലിരുന്നത്? ഇറക്കി ഓടിച്ചൂട്ടിടും. ഇവരൊക്കെ മീറ്റിങ്ങിന് വരാനാണ് ഈ കമ്മിറ്റി? എന്താ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? മീറ്റിങ്ങിന് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാനാണോ? എൻ്റെ നാട്ടിലും അങ്ങനെ ചില ആളുകളുണ്ടായിരുന്നു, എല്ലാത്തിനും ഇറക്കി വിട്ടു. അങ്ങനെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പള്ളിക്ക് വരേണ്ട ആളുകൾ കമ്മിറ്റിയിൽ ആവശ്യമില്ല. മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പള്ളിയിൽ വരേണ്ട ആളുകൾ കമ്മിറ്റിയിൽ ആവശ്യമില്ല. വാല് വെക്കാൻ തീരുമാനിക്കുമ്പോൾ അപ്പം വരും മീറ്റിങ്ങിൽ. എന്നിട്ട് അയാളോ നമ്മൾ സമ്മതിക്കൂല, പ്രശ്നമാക്കും. 4-5 ആളുകൾ അപ്പുറത്ത് വേണ്ടിയിട്ടു പ്രശ്നമായി. അല്ലാ, നാളെ വിളിക്കണം. അതിനു വേണ്ടി മാത്രം കമ്മിറ്റി. അങ്ങനെയുള്ള കമ്മിറ്റി ഇന്ന് തന്നെ പിരിച്ചുവിടാം. പള്ളിക്ക് സ്ഥിരമായി വരുന്ന ആളുകൾ അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകളെ മാത്രമേ പള്ളി കമ്മിറ്റിയിൽ നിലനിർത്താൻ പാടുള്ളൂ. പൈസ കണ്ടിട്ടൊന്നും പള്ളിയുടെ കമ്മിറ്റി ആക്കരുത്. നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകൾ. അഖാമ എന്ന് പറഞ്ഞാൽ എന്താ? നിലനിർത്തുക എന്നാ, നിസ്കരിക്കാന്നല്ല. എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. പെരുന്നാൾ നിസ്കരിക്കുന്ന ആളെ കുറിച്ച് നിസ്കരിക്കുന്നു എന്ന് പറയാ. ആകെ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുന്ന ആളെ കുറിച്ച് നിസ്കാരക്കാരെന്ന് പറയാ. പക്ഷെ ഇഖാമത്തുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം നിലനിർത്തുന്നവൻ. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായി സമയാസമയങ്ങളിൽ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവൻ. അഖാമസ്സലാ, ഇവരെ മാത്രമേ പള്ളിയിൽ കമ്മിറ്റിയാക്കാൻ പാടുള്ളൂ. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളെ മാത്രമേ പള്ളി ഭരിക്കാനുള്ള അർഹതയുള്ളൂ. നിങ്ങൾ പൈസ കണ്ടിട്ട് ഒരാളും പള്ളി കമ്മിറ്റി ആക്കരുത്. അതേതെങ്കിലും ക്ലബിന്റെ കമ്മിറ്റി ആക്കുന്നത് പൈസ കണ്ടിട്ട്. പള്ളി കമ്മിറ്റിക്ക് അവർ പറ്റൂല. എനിക്കറിയാം, അറബിയുടെ ട്രൗസർ ഊരി കോടിക്കണക്കിന് രൂപയായിട്ട് മുങ്ങി നാട്ടിൽ വരിക. എന്നിട്ട് ഇവിടെ പള്ളി നിർമ്മിക്കുമ്പോൾ ഒരു 10 ലക്ഷം. എന്നാ പിന്നെ അടുത്ത കമ്മിറ്റിയിൽ അയാൾ ട്രഷറർ, പിന്നെ ഒരു 10 ലക്ഷം, പിന്നെ അടുത്ത മീറ്റിംഗിൽ പ്രസിഡന്റ്. ഇവരെയൊക്കെ പിടിച്ച് പള്ളി കമ്മിറ്റി ആക്കിയാൽ ആ നാട് കുട്ടിച്ചോറാവെന്നല്ലാതെ എന്ത് നേട്ടം നാടിനുണ്ടാവുക? ഇവരൊക്കെയാണ് നാട്ടിൽ തന്നെ ഓടിച്ചു വിടേണ്ട ടീമാണ് ഇവർ. ഹറാമായ സമ്പാദ്യം അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം പോലില്ലാതെ നരകത്തിലേക്ക് കൊണ്ടുപോവാ. അലിമിങ്ങൾ പറയുന്നുണ്ട്. നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ ആരാണ്? അവരെയാണ് പള്ളി കമ്മിറ്റിയാക്കേണ്ടത്. സകാത്ത് കൊടുക്കുന്ന ആളുകളാരാ? കൃത്യമായി തന്റെ വരുമാനമെല്ലാം കണക്കാക്കി സകാത്ത് കൊടുക്കുന്ന ആളുകളാരാ? എന്റെ മഴ വരാത്തത് മരങ്ങൾ വെട്ടിയത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ പറയും മഴ വരാത്തത് മരം വെട്ടിയത് കൊണ്ടാണ്. അങ്ങനെയാണോ? നിങ്ങളൊന്ന് എയർപോർട്ടിൽ പോയിട്ടേ ഒന്ന് ഫ്ലൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം, മരം ഒന്നും ഇവിടെ വെട്ടിയിട്ടില്ല, ഇഷ്ടം പോലെ മരം മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റിൽ കയറി ആകെ മരം കാണുന്നുള്ളൂ. മരം വെട്ടിയതുകൊണ്ട് മഴ വരാത്ത വെറുതെ ചുമ്മാ വിടുകയാണ്. നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറി നിങ്ങൾ ഒരു മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം വേറൊരു വീടും കാണില്ല, ആകെ മരങ്ങളാണ്, നിറയെ കാടുകൾ. മരം വെട്ടിയതൊന്നുമില്ല ഇവിടെ മഴ വരാതിരിക്കാൻ കാരണം. മരമില്ലാത്ത എത്ര നാടുകൾ മഴ വരുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് അതിന് ചില ന്യായീകരണങ്ങൾ നമ്മൾക്ക് പറയാൻ പറ്റും. ഇവാപറേഷൻ, അതേപോലെ മരത്തിൽ നിന്നാണ് മഴ വരുന്നത്, ആകർഷിക്കുന്നത് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നൊക്കെ പറയാൻ നമ്മൾക്ക് പറ്റും. പക്ഷെ സത്യത്തിൽ അതൊന്നുമില്ല. മഴ വരാതിരിക്കാനുള്ള കാരണം വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ. സകാത്ത് കൊടുക്കാതെ സമ്പാദ്യം കൃത്യമായി കണക്കെടുപ്പ് നടത്തി വർഷാവർഷങ്ങളിൽ സകാത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് അല്ലാഹു മഴയെ തടഞ്ഞു വെച്ചത്. സകാത്ത് കൊടുക്കാത്ത ആളുകൾ കൂടി വരുമ്പോൾ മഴ ഉണ്ടാവില്ല. എന്നും ഒരു ബാലൻസ്, നന്മ ചെയ്യുന്ന ആളുകൾക്കാണ് ഒരു നാട്ടിൽ ബാലൻസ് എങ്കിലും നാട്ടിൽ ബർക്കത്തുണ്ടാവും. സക്കാത്ത് കൊടുക്കുന്ന ആളുകളാണ് കൂടുതൽ കൊടുക്കാത്ത ആളുകളെക്കാൾ. എന്നാൽ മഴ കിട്ടും. കൊടുക്കാത്ത ആളുകൾ കൂടി, കൊടുക്കുന്ന ആളുകൾ കുറഞ്ഞു, മഴ കിട്ടൂല. വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖിത്റ മിനസ് സമാ. ആകാശത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. വെള്ളത്തിന്റെ പ്രയാസം വരും. സക്കാത്ത് കൊടുത്തോളി. കൊടുക്കാത്ത ആളുകളൊക്കെ കണക്കെടുപ്പെടുത്തിട്ട്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ അവർ പേടിക്കാൻ പാടുള്ളൂ. കമ്മിറ്റിയാകുമ്പോ ജനറൽ ബോഡി അവർ പേടിക്കാൻ പാടില്ല, അല്ലാഹുവിനെയാണ് പേടിക്കേണ്ടത്. ചില ആളുകൾ ജനറൽ ബോഡി വലിയ പേടിയാണ്. ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ വല്ലാത്ത പേടിയാണ്. പഠിച്ചോനെ എങ്ങനെ ഈ ജനറൽ ബോഡി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം അഭിമുഖീകരിക്കേണ്ടി വരും.
തീരുമാനമെടുക്കുമ്പോൾ അയാളെന്ത് പറയും ഇയാളെന്ത് പറയും എന്നല്ല ആലോചിക്കേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനം, പള്ളിയുടെ തീരുമാനം അള്ളാഹുവിനെ പേടിച്ചിട്ട് ഒറ്റൊരു തീരുമാനം പറയാൻ നമ്മുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കഴിയണം. അപ്പൊ അയാളെന്ത് പറയും അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? നിങ്ങളെ പള്ളി കമ്മിറ്റി, പള്ളി പ്രസിഡന്റ്, സെക്രട്ടറി ആക്കിയാൽ നിങ്ങളെ തീരുമാനം നാട്ടുകാർ അംഗീകരിക്കണം. അല്ലാത്താരും നാട്ടിൽ വേണം പുറത്തുപോയിക്കോട്ട്. പള്ളിയുടെ കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കാൻ പറ്റാത്ത നാട്ടുകാർ പുറത്തുപോയിക്കോട്ടെ നാട്ടിൽ നിന്ന്. ഇതാണ് ഇസ്ലാം പറഞ്ഞത്. അങ്ങനെയാ നിങ്ങൾക്കൊരു ഭരണാധികാരി, നമ്മുടെ നാടിന്റെ ഭരണാധികാരി പള്ളിയുടെ കമ്മിറ്റിയാണ്. അങ്ങനെ ഒരു ഭരണാധികാരി നിങ്ങൾക്ക് വന്നാൽ, നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ അവരനുസരിക്കണം. അത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു കാപ്പിരിക്കുട്ടിയാണെങ്കിലും ശരി, ഒരു കറുകറുത്ത വർഗക്കാരനോട് ഒരടിമ വംശജൻ, പൈസ കയ്യിൽ തീരെയില്ല, സാമ്പത്തികമായി ഒന്നുമില്ല, ചെറിയ കൂര വെച്ച വീടാണ്, അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ പള്ളി പ്രസിഡന്റായി, സെക്രട്ടറിയായി കടന്നു വന്നാലും അവർ പറയുന്നതനുസരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാത്തവരുടെ തലവെട്ടൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ നിർബന്ധമാണ്. ഇസ്ലാമിക ഭരണകൂടത്തിൽ. പക്ഷെ ഇവിടെ ഇസ്ലാമിക ഭരണകൂടം അല്ലാത്തതുകൊണ്ട് തലവെട്ടാനൊന്നും പറ്റൂല. ഇതാണ് ദീൻ. പള്ളി കമ്മിറ്റി, ജനറൽ ബോഡി തീരുമാനിച്ച, എല്ലാവരും കൂടി തീരുമാനിക്കുന്ന കമ്മിറ്റിയാണ്. അയാൾ സ്വയം ഞാൻ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് നിങ്ങളോടൊക്കെ ഇരിക്കട്ടെ, അവിടെ ഞാൻ ഇവിടുത്തെ സെക്രട്ടറി എന്ന് പറഞ്ഞൊന്നുമല്ലല്ലോ. അങ്ങനെയാണോ? പള്ളി പ്രസിഡന്റ് വന്നിട്ട് പറയാം, ഒരു സുപ്രഭാതത്തിൽ ജുമാക്ക് വന്നിട്ട് ഇവിടുത്തെ പ്രസിഡന്റ് ഞാനാണ്, നിങ്ങളൊക്കെ അംഗീകരിച്ചോളണം. അയാൾ അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാരൊക്കെ തീരുമാനിച്ച് ഒരു ചർച്ച നടത്തി തീരുമാനിക്കുന്ന കമ്മിറ്റിയുടെ തീരുമാനം അവരുടെ ആ ഒരു കാലാവധി കഴിയുന്നത് വരെ നിർബന്ധമായും അനുസരിക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണ്. അല്ലാത്തവർ തെറ്റുകാരാണ്. വലം യഖ്ശ ഇല്ലല്ലാഹ്. ഈ പറയുന്ന ആളുകളെ പള്ളിയുടെ കമ്മിറ്റിയാക്കിയാൽ അവർക്ക് ധൈര്യസമേതം പറയാൻ പറ്റും, അവരാളുകൾ അംഗീകരിക്കുകയും ചെയ്യും. ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. പള്ളിയുടെ ചുറ്റുഭാഗങ്ങൾ അടിച്ചുവാരിയിരുന്നൊരു കറുത്ത പെണ്ണുണ്ടായിരുന്നു, ഒരടിമപ്പെണ്ണ്. അള്ളാഹുവിന്റെ ഹബീബ പെണ്ണിനെ കാണാതിരിക്കുന്നുണ്ട് അല്പം ദിവസമായിട്ട്. സഹാബാക്കളോട് ചോദിച്ചു, സഹാബാ ഇവിടെ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കി ഇരുന്ന പെണ്ണ് ഇവിടെ കാണാനില്ലല്ലോ. സഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ പെണ്ണ് മരിച്ചുപോയി നബിയേ. അഫലാ കുൻതും ആദൻതുമൂനി ബി. എന്തേ മരിച്ചതെന്നോട് പറയാത്തത്? ആ പെണ്ണ് മരിച്ചതെന്തേ നിങ്ങൾ എന്നെ അറിയിക്കാത്തത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദല്ലൂനി അലാ ഖബരി. ആ പെണ്ണിന്റെ ഖബർ കാണിച്ചു തരണം. എവിടെയാണ് ഖബർ? ഔ ഖബരിഹാ, ആ പെണ്ണിന്റെ ഖബർ കാണിച്ചു തരണം. അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും പെണ്ണിന്റെ ഖബറിനടുത്തേക്ക് പോയി. നാട്ടിൽ സ്ഥാനമില്ലാതെ അടിമ സ്ത്രീയായ ഒരു കറുത്ത പെണ്ണ് പള്ളി അടിച്ചു വാരിയിരുന്നു എന്ന ഒരൊറ്റൊരു കാരണത്താൽ പള്ളിയുടെ ഇമാമായ മുത്തു റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. ഫഅതാ ഖബറഹാ, അവരുടെ ഖബറിലേക്ക് വന്നിട്ട് അവരുടെ മേൽ നിസ്കരിക്കുകയാണ്, അവൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് നബി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞത്, ഞാൻ ഈ പെണ്ണിന് വേണ്ടി ദുആ ചെയ്താൽ, ഞാൻ പെണ്ണിന് വേണ്ടി ദുആ ചെയ്താൽ ആ പെണ്ണിന്റെ ഖബറിടം രക്ഷപ്പെടാൻ ഇത് കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു. എന്റെ ആ പെണ്ണിനെ ആദരിക്കാനുള്ള കാരണം, ആ പെണ്ണ് പള്ളിയോട് സ്നേഹം കാണിക്കുന്ന പെണ്ണായിരുന്നു. പള്ളിയോട് സ്നേഹം കാണിക്കുന്ന ചെറുപ്പക്കാർക്ക് അർശിന്റെ തണലുണ്ട്. വറജുലാനി ഫില്ലാഹിൽ വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. പള്ളിയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ, പള്ളി ഭംഗി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, പള്ളി വൃത്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, പള്ളിയുടെ ഖതീബുമായി നല്ല ബന്ധം വെക്കുന്നവർ. ഉസ്താദുമാർക്ക് ഭക്ഷണമുണ്ടോ? ഉസ്താദുമാർക്ക് പ്രയാസമുണ്ടോ? പള്ളിയിൽ കറന്റ് ഉണ്ടോ? പള്ളിയിൽ വെള്ളമുണ്ടോ? പള്ളി വൃത്തിയാണോ? പള്ളിക്ക് കടബാധ്യതയുണ്ടോ? പള്ളിക്ക് വല്ല ആവശ്യങ്ങളുണ്ടോ? എപ്പോഴും അവർ ആലോചിക്കുന്നത് പള്ളിയെ കുറിച്ചാണ്. പള്ളിയുടെ നിലനിൽപ്പാണ് അവരുടെ ചിന്ത. പള്ളി എങ്ങനെയാണ് ഉഷാറാക്കുക എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് അർശിന്റെ തണലുണ്ട്. റുബൈന ഹദീസ ഫി സ്വഹീഹൈനി സബഅത്തുൻ യുലില്ലുഹുമുൽ മൗലാ ബിഗൈരി ലിലാലി. ഒരു തണല് പോലും ഇല്ലാതെ നെട്ടോട്ടമോടുന്ന സമയമാണിത്. ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ, ഭാര്യമാരെ, ചങ്ങാതിമാരെ, കുടുംബക്കാരെ, നാട്ടുകാരെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എല്ലാവരും ചിന്തിക്കുന്ന സമയത്താണ്. നീ പേടിക്കണ്ട, നീ ഇവിടെ വാ, നിന്റെ ഉമ്മ പോയിക്കോട്ടെ, നീ ഇവിടെ വാ, നീ പള്ളി ആദരിച്ച ആളാണല്ലോ, അതുകൊണ്ട് നിനക്ക് ഇതാ അർശിന്റെ തണല് എന്ന് പറഞ്ഞ് അല്ലാഹു അർശിന്റെ തണല് നൽകുന്നത് പള്ളിയെ സ്നേഹിക്കുന്ന ആളുകൾക്കാണ്.
ഇനി നിങ്ങൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇതും കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ സംവരിക്കുകയാണ്. 9 നിർത്തുമെന്ന് പറഞ്ഞ 10 കാലയല്ലേ. നബി അലാ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവനല്ല. ആരാണ് ബുദ്ധിമാൻ? ഹയർ സെക്കൻഡറി എക്സാമിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിച്ചു എന്ന് പറഞ്ഞവൾ ബുദ്ധിമതിയല്ല. SSLC എക്സാമിന് എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ചു എന്ന് പറഞ്ഞവന് ബുദ്ധിമാനല്ല. IAS വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബുദ്ധിമാനി എന്ന് വിലയിരുത്താൻ പറ്റൂല. ആരാണ് ബുദ്ധിമാൻ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നവനാണ് ബുദ്ധിമാൻ. ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റണം. മനസ്സ് പറയുന്നു ഹറാം ചെയ്യാൻ, നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. കണ്ണ് പറയുന്നു ഹറാമ് കാണാൻ, നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. ചെവി പറയുന്നു ഹറാമ് കേൾക്കാൻ, നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. 98 വയസ്സുള്ള ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ കണ്ണിന് വല്ലാത്ത കാഴ്ചശക്തിയാണ്, ചെവിക്ക് വല്ലാത്ത കേൾവി ശക്തിയാണ്. മുഖങ്ങൾ ചുളിഞ്ഞു പോയിട്ടില്ല, മുടികൾക്ക് പോലും ക്ഷതമേറ്റിട്ടില്ല. നല്ല ആരോഗ്യം. ഒരു 24-കാരനായ ചെറുപ്പക്കാരന്റെ ആരോഗ്യം 98 വയസ്സായ ഉസ്താദിന് കണ്ടപ്പോഴാണ് ശിഷ്യന്മാര് ചോദിച്ചത്, ഉസ്താദേ, ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി, ചെവിയുടെ കേൾവി ശക്തി ഒരു വടിയുടെ ആവശ്യം പോലും ഇല്ലാതെ ആരോഗ്യത്തോടെ നടക്കുന്നുണ്ട്, എന്നിട്ടാണ് നിസ്കരിക്കുന്നത്, അസുഖങ്ങളൊന്നുമില്ല, രഹസ്യം എന്ത്? അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്, ഹഫിൽതുഹാ ഫീ സിഗരി. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇതിനെയെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഹഫിലഹാ അല്ലാഹു ഫീ കിബരി. എന്റെ വലുപ്പകാലത്ത് അല്ലാഹു അതിനെ സൂക്ഷിക്കുകയാണ്. എനിക്ക് പ്രായപൂർത്തിയെത്തിയത് മുതൽ ഹറാമ് കാണാതെ ഞാൻ എന്റെ കണ്ണിനെ നിയന്ത്രിച്ചിട്ടുണ്ട്, ഹറാമ് കേൾക്കാതെ ഞാൻ എന്റെ ചെവിയെ നിയന്ത്രിച്ചിട്ടുണ്ട്. കൈകൾ കൊണ്ട് പെണ്ണിനോട് ടെക്സ്റ്റ് മെസ്സേജ് നടത്തിയിട്ടില്ല, പെണ്ണിനെ തൊട്ടിട്ടില്ല, പെണ്ണിനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടില്ല, പെണ്ണിനെ കാണാൻ വേണ്ടി കാലുകൊണ്ട് നടന്നിട്ടില്ല, പെണ്ണിനെ കുറിച്ച് മനസ്സിൽ ചിന്തിച്ചിട്ടില്ല, ഹറാമായ വ്യഭിചാരങ്ങളുടെ കഥകൾ ഞാൻ ചിന്തിച്ചിട്ടില്ല, ഹറാമ് നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ശരീരത്തെ, എന്റെ അവയവങ്ങളെ ഇത് അല്ലാഹു എനിക്ക് തന്നതാണ്, അതുകൊണ്ട് ഞാനിത് ഹറാമിൽ ഉപയോഗിക്കൂല എന്ന വാശിയോടെ ഹറാമിൽ നിന്നെന്റെ അവയവങ്ങളെ ഞാൻ സൂക്ഷിച്ചത് കാരണം ഹഫിളഹല്ലാഹു ഫീ കിബരി. എന്റെ വാർദ്ധക്യകാലത്ത് അല്ലാഹു സംരക്ഷിച്ചു. അതാണ് 98 വയസ്സായിട്ടും എനിക്ക് ആരോഗ്യമുള്ളത് എന്ന് ഉസ്താദ് ശിഷ്യന്മാരോട് പറയുന്നത് ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബുദ്ധിമാനാരാ? ബുദ്ധിമാനാരാ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷം അവിടെ രക്ഷപ്പെടണമല്ലോ എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. പള്ളി നിർമ്മിച്ചു, ആഖിറത്തിൽ ഇതേപോലെ പള്ളി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നൽകിയതെങ്കിൽ ബുദ്ധിമാന്മാരുടെ ലിസ്റ്റിൽ നിങ്ങളുമുണ്ട്. ഈ പള്ളി നിർമ്മിച്ചു, കൊടുത്തതൊക്കെ എനിക്ക് ഇതേപോലൊരു പള്ളി ആഖിറത്തിൽ വേണം എന്നൊരു നിയത്തോടെയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമാനാണ്. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി കോടീശ്വരന്മാരായ ആളുകളെ കുറിച്ച് ബുദ്ധിമാൻ എന്ന് തെറ്റിദ്ധരിക്കണ്ട. അവരല്ല ബുദ്ധിമാൻ, അവരൊക്കെ കുരുട്ടുബുദ്ധിക്കാരാണ്. ബുദ്ധിമാനാരാ? യഥാർത്ഥ ബുദ്ധിമാനാരാ? ഞാൻ മരിച്ചാൽ എന്റെ കബറിടത്തിലേക്ക് ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ആലോചിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് എന്താണ് ഞാൻ എടുത്തു വെച്ചത് എന്ന് ചിന്തിക്കുന്നവൻ കുരുട്ടുബുദ്ധിക്കാരനാണ്. അങ്ങനെ സത്യത്തിൽ ഇതന്നല്ലേ ബുദ്ധി അല്ലേ? ഞാൻ ഉണ്ടാക്കി, ഞാൻ മരിച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഇത് കൊടുത്തിട്ട് എനിക്ക് നാളെ ആഖിറത്തിൽ കഷ്ടപ്പാടാണെങ്കിൽ അവനാ ബുദ്ധി, കുബുദ്ധി എന്നതിനെ പറയാം. സത്യത്തിൽ ഞാൻ അധ്വാനിച്ച് എൻ്റെ കബറിലേക്ക് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതിപ്പോൾ 60 വയസ്സാകുമ്പോൾ തീർന്നു പോകും, അത്രേ ഉള്ളൂ. പിന്നെ ശാശ്വതമായി എറ്റേണൽ എന്നാ പറയുക, അനന്തമായിട്ട് ഒരു ലോകം നമ്മൾക്ക് വരാനുണ്ട്. അവിടെ രക്ഷപ്പെടണ്ടേ? അന്ന് അവിടത്തെ ഒരു പള്ളി ഉണ്ടായിക്കോട്ടെ, പാവങ്ങളെ ഞാൻ സഹായിക്കാണ്, അവിടെ അള്ളാഹു എന്നെ സഹായിക്കട്ടെ. ഞാനൊരു കിണർ കുഴിച്ചു കൊടുക്കുകയാണ്, എൻ്റെ കബറിലേക്ക് നിരന്തരമായി നന്മകൾ വരട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ആഖിറത്തിലേക്ക് വേണ്ടി എനിക്ക് കബറിൽ രക്ഷപ്പെടണം. 4 കാര്യം ചെയ്താൽ മതി എന്നാണ്. നിസ്കാരം നിലനിർത്തണം, ഖുർആൻ ഓതണം, സ്വതക്ക നൽകണം, തസ്ബീഹ് അധികരിപ്പിക്കണം. ഞാനിതൊക്കെ ചെയ്യാൻ എൻ്റെ കബറിടം രക്ഷപ്പെടാൻ വേണ്ടി.
ഖബറിലേക്ക് വേണ്ടിയും മഹ്ശറയിലേക്ക് വേണ്ടിയും ആരാണോ ഒരുക്കി വെക്കുന്നത് അവൻ വിജയിയാണ്, അല്ലാത്തവരൊക്കെ വിഡ്ഢികളാണ്. വൽആജിസു മൻ നതബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹിൽ അമാനി. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ വിഡ്ഢിയാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഈ നാടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം പള്ളിയാണ്. അതുകൊണ്ട് അങ്ങാടിയിൽ ഇരിക്കരുത്. അല്ലാഹുവിന് ദേഷ്യമുള്ള സ്ഥലമാണ് അങ്ങാടികൾ. വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത, കോപമുള്ള, അനിഷ്ടമുള്ള ഒരു സ്ഥലം അത് അങ്ങാടികളാണ്. ടൗണിൽ പോയി നിൽക്കല്ല പെണ്ണുങ്ങളെ, നിങ്ങൾ പള്ളിയിലേക്ക് പോകണമെന്നല്ല. നിങ്ങളെ പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. നിങ്ങളുടെ പള്ളി നിങ്ങളുടെ വീടിന്റെ മുറികളാണ്. നിങ്ങളുടെ പള്ളി നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ പള്ളിയാണ് നിങ്ങൾക്ക്. അങ്ങനെയാണ്. അപ്പം അങ്ങാടിയിൽ പോയി നിൽക്കേണ്ട റമദാൻ മാസം ഒന്നും ടൗണിൽ പോയി വെറുതെ സമയം കളയണ്ട. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലം പെണ്ണുങ്ങൾക്ക് വീടാണ്, ആണുങ്ങൾക്ക് പള്ളിയാണ്. ഒഴിവ് സമയങ്ങളിലൊക്കെ പള്ളിയിൽ പോയി ഇത്തികാഫിരിക്കുക. അത്യാവശ്യമായിട്ട് അങ്ങാടിയിൽ പോയി മീൻ വാങ്ങാണ്ട് വാങ്ങിയിട്ട് വരിക. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദുആ ചെയ്യേണ്ടത് ഇതോ പള്ളിയുടെ നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയുടെ മരണപ്പെട്ട മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തില്ലേ? ഈ പള്ളിയുടെ സ്ഥലം തന്ന പുലാക്കൽ കുഞ്ഞിമോൻ ഹാജി മരണപ്പെട്ടു പോയി. നമ്മൾ ദുആ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലേ? ദുആ ചെയ്തില്ലെങ്കിലും സ്ഥലം കൊടുത്തില്ലേ, ഇനിയിപ്പോൾ അവിടുത്തെ കേക്കന്നെ കിട്ടാൻ പോവാണില്ല. ഈ പള്ളിക്ക് സ്ഥലം തന്ന അദ്ദേഹം അല്ലാഹു സ്വീകരിക്കട്ടെ, ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ദുആ ചെയ്യട്ടെ. الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ما سلف من ذنوبنا وعسنا فيما بقي من أعمالنا. توفنا واهلنا مسلمين والحقنا بالصالحين. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണേ അല്ലാ. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായി നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ചെറുപ്പകാലത്ത് ഞങ്ങളെ പോറ്റി